ദിനം കൂടെ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുവാൻ സ്വർഗം സഹായിച്ചതിന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ടല്ലോ. സ്തോത്രം. അനേകരുടെ ജീവിതത്തിൽ ലഭിക്കാത്ത ഈ ഭാഗ്യകരമായ അനുഭവം, ഹല്ലേലൂയ, വീണ്ടും ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ സ്വർഗം ഒരുക്കി തന്ന എല്ലാ നല്ല അനുഭവങ്ങൾക്കും അവസ്ഥകൾക്കുമായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. ഇന്ന് പകൽ നേരം കർത്താവ് നമ്മളെ ബലപ്പെടുത്തുന്നുവല്ലോ. നമുക്ക് ദൈവത്തിന് നമ്മുടെ കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനാകുന്ന ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, ഇന്ന് പകൽ നേരം അപ്പ അനവധി വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാനിടയായി ആത്മാവിൽ ആരാധിക്കുവാൻ സ്വർഗം സഹായിച്ചു. അപ്പ നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. മാറ്റമില്ലാത്ത വചനത്തിൽ നിന്ന് പ്രാപിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധ പിതാവെ അങ്ങ് സഹായിക്കുന്നതിനായി സ്തോത്രം, ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അങ്ങ് കർത്താവെ ഹല്ലേലൂയ സർവ്വത്തിലും കർത്താവെ പ്രവർത്തിക്കുന്ന അങ്ങയുടെ വിധങ്ങൾക്കും വഴികൾക്കുമായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അങ്ങയുടെ മഹത്വം ഇടപെടണമേ അപ്പാ. നിന്റെ സന്നിധിയിൽ അല്പനേരം ഞങ്ങളായിരിക്കുന്നു. കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കുമാറാകണം, ബലപ്പെടുത്തുമാറാകണം. കർത്തൻ്റെ നാമഹത്വം ഇടപെടുമാറാകണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ ഒരു പരിശുദ്ധ നാമം തന്നെ ആമേൻ. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. ഇന്ന് പകൽ നേരം നമ്മളുടെ ശ്രദ്ധയെ ചില വചനങ്ങളിലേക്ക് നമുക്ക് തിരിക്കാം. റോമാലേഖനം 13-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം നമുക്കൊന്ന് ആ വചനത്തിലേക്ക് നമുക്കൊന്ന് തിരിയാം. റോമാലേഖനം 13-ാം അധ്യായം 1-ാം വാക്യം. ഏതു മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ, ദൈവത്താലല്ലാതെ ഒരു അധികാരവുമില്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോട് മറക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറക്കുന്നു. മറക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. വാഴുന്നവർ സൽപ്രവർത്തിക്കല്ല, ദുഷ്പ്രവർത്തിക്കത്രേ ഭയങ്കരം. അധികാരസ്ഥനെ ഭയപ്പെടാതിരിക്കുവാൻ ഇച്ഛിക്കുന്നുവോ? നന്മ ചെയ്യുക, എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും. വളരെ ആഴമുള്ള ഒരു വചനഭാഗമാണ് നമ്മളിവിടെ വായിച്ചത്. ദൈവസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസിൻ്റെ സ്തോത്രം ഈ ലേഖനത്തിൽ, റോമാലേഖനത്തിൽ ഉപദേശ വിഷയങ്ങളെല്ലാം പറയുകയും ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഫലമായിരിക്കുന്ന ദൈവസ്നേഹം, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, അതിൽ വലുതോ സ്നേഹം തന്നെ, സ്നേഹത്തെക്കുറിച്ചൊക്കെ വളരെ ആഴമായ കാര്യങ്ങളെല്ലാം പറയുകയും ഉപദേശിക്കുകയും ചെയ്ത ഭാഗങ്ങളാണ് 12-ാം അധ്യായം കാണുന്നത്. ആമേൻ. അങ്ങനെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളർത്തുവാൻ, അതിനെ പണിയുവാൻ സ്വർഗത്തിലെ ദൈവം സഭയെ നിയന്ത്രിക്കുവാനാക്കി വെച്ചിരിക്കുന്ന അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, സുവിശേഷകർ, ഇങ്ങനെ 5 വിധ ശുശ്രൂഷകൾ നിറവഴിയായി ചെയ്യുകയും എന്നാൽ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്ന പദവികൾ അലങ്കരിക്കുന്ന വ്യക്തികളെ ദൈവം സഭയുടെ നടുവിലാക്കി വെച്ചിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ദൈവം ഒരു വ്യക്തിയെ ഒരു സ്ഥാനത്താക്കി വെക്കുമ്പോൾ ദൈവത്തിന് പ്രത്യേക ഒരു പദ്ധതിയുണ്ട് അതിൻ്റെ പിന്നിൽ. ആമേൻ. കർത്താവിനൊരു വലിയ പദ്ധതിയുണ്ട്. എന്താണ് ആ പദ്ധതി എന്നുള്ളത്? ആ വ്യക്തിയിൽ പകർന്ന അഭിഷേകമാണ് ആ വ്യക്തിയെ നയിക്കുന്നത്. പുതിയ നിയമ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അഭിഷേകം ചെയ്യപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച വ്യക്തി, അവനിൽ പകർന്നിരിക്കുന്ന അഭിഷേകം അവനെ ചെയ്തെടുക്കുവാനിരിക്കുന്ന ശുശ്രൂഷയുടെ ഫലങ്ങളുണ്ട്. അവിടെ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തിയെ നടത്തുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അപ്പോൾ ഇത് ആത്മാവിൽ അറിയുന്ന അപ്പോസ്തലനാകുന്ന പൗലോസ് സഭയ്ക്ക് എഴുതുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം, ഏതു മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ഏതു മനുഷ്യനും, അല്ലേ? അതായത് ക്രിസ്ത്യൻ ലൈഫിൽ, ക്രിസ്ത്യാനിറ്റിയില്, ദൈവസഭയിൽ ദൈവം ഓരോരുത്തരെ ഓരോ പദവി ഏൽപ്പിച്ചിട്ടുണ്ട്. ദൈവം ഓരോരുത്തരെ ഓരോ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. അധികാരം ഫലമേൽപ്പിച്ചിട്ടുണ്ട്. ആമേൻ.
ആ അധികാരം പരമേൽപ്പിച്ച ദൈവത്തിന് ഓരോരുത്തരെ കുറിച്ച് ആരെ പരമേൽപ്പിച്ചോ ആ വ്യക്തിയെ കുറിച്ചുള്ള ദൈവഹിതം എന്തെന്ന് അവനിൽ പകർന്ന അഭിഷേകമാണ് തീരുമാനിക്കുന്നത്. ആമേൻ. ദൈവത്തിന്റെ അഭിഷേകം ഒരുവനിൽ പകരപ്പെട്ട ആ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരുവനെ ദൈവം വ്യത്യസ്തമായ ശുശ്രൂഷകൾക്കായി നടത്തുകയാണ്. അല്ലേ? ആമേൻ. ഇന്ന് ഇങ്ങനെയൊക്കെ പോട്ടെ, ചില ദിവസം ഇങ്ങനെ പോകാനും വേണ്ടേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. വിഷയം എന്ന് പറഞ്ഞാൽ അധികാരത്തോട് മറക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ലേ? അധികാരത്തോട് മറക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ലേ? ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ, ഒന്ന് വായിച്ചേ, ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ. ആ, അപ്പൊ നിയമനമല്ല ആരിലൂടെയാണ്? ദൈവത്താൽ. മനുഷ്യരാരെങ്കിലും എന്തെങ്കിലും ആണോ? ഹല്ലേലൂയ. ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്തപ്പോ എല്ലാ ആഴ്ചയും വന്ന് സ്വന്തം ശമൂവേൽ വന്ന് ദാവീദിനെ കാണാൻ വന്നോ? നിന്നെ ആക്കിയത് ഞാനാ, അതുകൊണ്ട് നീ മറന്നു പോകരുത്, ഇടയ്ക്കൊക്കെ എന്നെ വിളിക്കുമ്പോ ഓർക്കണം. ഇത് പറയാറുണ്ടോ? ഉണ്ടോ? ദൈവത്തിന്റെ ആത്മാവ് ഒരുവനെ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഇടയിൽ ആരും കേടി ആധിപത്യം എടുക്കരുത്. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ഓരോരുത്തരെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന പദവികളുണ്ട്. ആ പദവികൾ അലങ്കരിക്കേണ്ടതിന് ആ വ്യക്തികളുടെ മീതെ വാഴുവാൻ ദൈവം ചിലരെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്താലാണ് സംഭവിച്ചിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. പലപ്പോഴും സംഭവിക്കുന്ന ഒരു വിഷയം, സ്വന്തം ഇന്നത്തെ നമ്മളുടെ ഈ ചർച്ച് ലൈഫിന്റെ അകത്തൊക്കെ ഉണ്ടാകുന്ന ഒരു വിഷയം എന്താണെന്നറിയാമോ? അധികാരങ്ങളെ ഒന്നും അംഗീകരിക്കത്തില്ല. സ്വന്തം തീരുമാനം, സ്വന്തം കാഴ്ചപ്പാട്, സ്വന്തം പോക്കിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ദൈവം ആക്കി വെച്ച വ്യവസ്ഥകളെ മറക്കുവാനായിട്ട് ഇടയാകരുത്. ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അല്ലെ? അടുത്ത വാക്യം എന്നാ വായിച്ചേ? ആകയാൽ ശ്രദ്ധിക്കണം. ആകയാൽ മറുക്കുന്നവർ, അധികാരത്തോട് മറുക്കുന്നവർ, അപ്പോൾ ദൈവം വെച്ചിരിക്കുന്ന പദവികൾ, സഭയ്ക്കകത്ത് അപ്പോസ്തലൻ, പ്രവാചകൻ, ഇടയൻ, ഉപദേഷ്ടാവ്, സുവിശേഷകൻ, ഈ ഓരോ ശുശ്രൂഷകളിലൂടെ ദൈവം സഭയെ പണിയുമ്പോൾ ദൈവം ഒരുവനെ ആക്കി വെച്ച പദവിയെ ചോദ്യം ചെയ്യുവാൻ ഒരുവൻ തയ്യാറായാൽ, ഒരുവൻ അതിനെതിരെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവനെക്കുറിച്ച് പൗലോസ് ആത്മാവിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. മറുക്കുന്നവൻ ദൈവ വ്യവസ്ഥയോടാണ് മറക്കുന്നത്. അല്ലെ? ദൈവ വ്യവസ്ഥയോടാണ് മറക്കുന്നത്. ഹല്ലേലൂയ. ദൈവ വ്യവസ്ഥയോട് മറക്കുന്നു. അടുത്തത് അപ്പോൾ ശ്രദ്ധിക്കണം, മറക്കുന്നവർക്ക് എന്ത് സംഭവിക്കും? അവര് ശിക്ഷാവിധി. ഇത് പഴയ നിയമത്തിലല്ല, ലേഖനത്തിൽ ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ഉപദേശമാണ്. അതായത് ദൈവം ഇതിന്റെ നടുവിലുണ്ട്, കർത്താവ് ഇതിന്റെ നടുവിൽ വാഴുകയാണ്. അല്ലേ? ഹല്ലേലൂയ. സോ കർത്താവ് ഇതിന്റെ നടുവിൽ വാഴുകയാണ്, കർത്താവ് ഇതിന്റെ നടുവിൽ പ്രവർത്തിക്കുകയാണ്. ആമേൻ, സ്തോത്രം. നമുക്ക് വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ് കൊരിന്ത്യലേഖനം. അതിന്റെ രണ്ടാം ലേഖനം, കൊരിന്ത്യർക്കെഴുതിയ രണ്ടാം ലേഖനം 6-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം. അവരുടെ നടുവിൽ നിന്ന് വേർപെട്ടിരിക്കുവിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾ എനിക്ക് പിതാവ്, നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുമെന്ന് സർവശക്തനായ ദൈവം അരുളി ചെയ്യുന്നു. അതിന്റെ 16-ാം വാക്യം. ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജിച്ചത്? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ, ഞാൻ അവരിൽ വസിക്കുകയും. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ വിഗ്രഹാരാധന, ജാതികളുമായിട്ടുള്ള സമ്പർക്കം, ജാതികളുമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ അരുത് എന്നുള്ള ഭാഗമാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ആ ഭാഗത്തിൽ പൗലോസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാക്യമാണ്, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും
ചെയ്യും. അപ്പോൾ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ എടുത്തിവിടെ പൗലോസ് പറയുന്നു, ദൈവം നമ്മളിൽ ഓരോരുത്തരും ക്രിസ്തു വസിക്കുകയും നമ്മളുടെ ഇടയിൽ ക്രിസ്തു വസിക്കുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കണം, നമ്മൾ ഓരോരുത്തരിലും ക്രിസ്തു വസിക്കുകയും നമ്മളുടെ ഇടയിൽ ക്രിസ്തു വസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ കർത്താവ് നമ്മുടെ ഇടയിൽ വസിക്കുമ്പോൾ നമ്മൾ വായിച്ച സ്തോത്രം 13 റോമാലേഖനം 13 അധ്യായത്തിന്റെ അകത്ത് കണ്ട ആ ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം. ആകയാൽ അധികാരത്തോട് മറക്കുന്നവൻ ദൈവത്തിന്റെ വ്യവസ്ഥയോട്, അപ്പോൾ ദൈവസന്നിധിയിൽ അനുസരണക്കേട് കാണിക്കുന്നവൻ, ദൈവ വ്യവസ്ഥയോട് മറക്കുന്നവൻ, ദൈവ വ്യവസ്ഥയ്ക്ക് നേരെ പോഷ്കും സ്തോത്രം ഹാളലിയ ഭീഷണിയും പറയുന്നവനൊന്നും അനുഗ്രഹിക്കപ്പെടത്തില്ല. മനസ്സിലാകണം, ഒരിക്കലും അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരുവനും ശുഭത ജീവിതത്തിൽ കാണത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ അധികാരങ്ങളെ ദൈവമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ദൈവത്താൽ ഒരു അധികാരം ഒരുവന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ആ സമ്മേളനത്തിൽ, ആ കൂട്ടായ്മയിൽ, ആ കൂട്ടുകെട്ടിൽ ദൈവം ഇടപെടുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ദൈവത്താൽ നിയോഗിക്കപ്പെടുന്നവരാൽ, ദൈവാത്മാവിനാൽ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയാകും. മനസ്സിലാകുന്നുണ്ടോ? പലയിടത്തും ദൈവപ്രവൃത്തി നടക്കാത്തതിന് കാര്യം എന്താണെന്നറിയാമോ? ദൈവത്താലല്ല, മനുഷ്യരാലുള്ളവർ തെരഞ്ഞെടുക്കപ്പെടുന്നത് കൊണ്ടാണ്. അപ്പോൾ ചോദിക്കുന്നു, ദൈവത്താലാണെങ്കിൽ എങ്ങനെയാണ് അത്? ദൈവാത്മാവ് ഒരുവനെ തെരഞ്ഞെടുക്കുന്ന വിധങ്ങൾ എങ്ങനെയെന്ന് നമ്മൾ വളരെ സൂക്ഷിച്ചു കണ്ടാൽ നമുക്ക് മനസ്സിലാകും, അല്ലേ? ഹല്ലേലൂയ. വളരെ സൂക്ഷിച്ചു നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. നമ്മൾ വായിക്കുമ്പോൾ ഒരുവനെ ദൈവം തെരഞ്ഞെടുക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിന്റെ പദ്ധതികളും വഴികളും നമ്മളൊന്ന് വളരെ ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം, അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 16 അധ്യായം അതിന്റെ 16ന്റെ 1 മുതൽ വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 16 അധ്യായം 1 വാക്യം മുതൽ. അവൻ ദർബയിലും ലൂസ്ത്രയിലും ചെന്ന് അവിടെ വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകനായി തിമോഥെയോസ് എന്നു പേരുള്ള ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. അവന്റെ അപ്പൻ യവനനായിരുന്നു. അവൻ ലുസ്ത്രയിലും ഇക്കോന്യയിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവൻ ആയിരുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, ഒരു അപ്പോസ്തലനെ ദൈവം ഒരു ദേശത്തിലേക്ക് അയക്കുകയാണ്. ആ ദേശത്തിലേക്ക് അയച്ചപ്പോൾ ആ അപ്പോസ്തലന്റെ കണ്ണിൽ ഏറ്റവും വിശേഷമായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കാണിച്ചു കൊടുത്തൊരു കാര്യം, അവിടെ വെച്ചൊരു സഹോദരനെ കണ്ടെത്തി. ആരാണ് ആ വ്യക്തി എന്ന് പറയുന്നത്? സ്തോത്രം, തിമോഥെയോസ് എന്ന ഒരു വ്യക്തിയാണ്, അല്ലേ? അവിടെ വായിക്കുന്നത് സ്തോത്രം അതിന്റെ അവിടെ വായിക്കുന്നത് വായിച്ചോ. അവൻ ലൂസ്ത്രയിൽ ഇക്കോന്യയിലുമുള്ള സഹോദരന്മാർ നല്ല സാക്ഷ്യം കൊണ്ടവനാണ്. 16ന്റെ 1 മുതൽ വായിക്കും. അവൻ ദർബയിലും ലൂസ്ത്രയിലും ചെന്ന് അവിടെ വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകനായി തിമോഥെയോസ് എന്നു പേരുള്ള ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, നമ്മളെ ദൈവത്തിന്റെ ആത്മാവ് നടത്തുമ്പോ സാക്ഷിയുള്ള വ്യക്തികളെ പരിശുദ്ധാത്മാവ് എടുക്കത്തുള്ളൂ. മനസ്സിലാക്കണം, സാക്ഷ്യം വളരെ പ്രാധാന്യമാണ്. പലരും ഈ സാക്ഷ്യത്തെ, ജീവിത സാക്ഷ്യത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ മൗനമാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് പൗലോസിനെ അവിടെ ദർബയിൽ ലൂസ്ത്രയിൽ ചെന്നപ്പോ അവിടെ തിമോഥെയോസിനെ പരിശുദ്ധാത്മാവ് കാണിച്ചു കൊടുത്തെങ്കിൽ ആ വ്യക്തിയിലുള്ള കാര്യങ്ങളും സാക്ഷ്യങ്ങളും മറ്റുള്ളവരെ ആകർഷിക്കുന്നു എന്ന് കണ്ടപ്പോൾ പരിശുദ്ധാത്മാവ് പൗലോസിന്റെ ഹൃദയത്തോട് ഇടപെട്ടു. അപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നത് എപ്പോഴും എങ്ങനെയാ? സാക്ഷ്യമുള്ളിടത്തെ പരിശുദ്ധാത്മാവ് ഇടപെടത്തുള്ളൂ. കുത്തഴിഞ്ഞിടത്ത്, സാക്ഷ്യം നഷ്ടപ്പെടുന്നിടത്ത്, ദുർനടപ്പുള്ളിടത്ത് ഇവിടെയൊന്നും പരിശുദ്ധാത്മാവ് ഇടപെടത്തില്ല. അവിടെ ഏൽപ്പിക്കാൻ വേറൊരു സാധനം, വേറൊരു ആത്മാവുണ്ട്. അതിപ്പോ പ്രസംഗിക്കാൻ സമയമില്ലാതെ നമ്മുടെ വിഷയമല്ല. അപ്പോ പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടെ പൗലോസ് യാത്ര ചെയ്തപ്പോൾ തന്റെ മുമ്പിൽ തിമോഥെയോസിനെ സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തി.
എങ്ങനെയാണ് ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്തുന്നത്? ദൈവത്താലല്ലാതെ ഒരധികാരവുമില്ല. അതായത് ലഭിക്കുന്ന അധികാരങ്ങളെല്ലാം ദൈവത്താൽ നിയമിക്കപ്പെടുന്നു. അപ്പോൾ എങ്ങനെയാണ് നിയമിക്കപ്പെടുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ചോ. ഒരു വ്യക്തിയെ ശുശ്രൂഷയുടെ അടുത്ത തലത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം തെരഞ്ഞെടുത്തു കൊണ്ടുവരികയാണ്. അവന്റെ വീട് നോക്കി, അവന്റെ മാതാപിതാക്കന്മാരെ നോക്കി, ജീവിതത്തിലെ സാക്ഷ്യം നോക്കി. ഹല്ലേലൂയ, സ്തോത്രം. കണ്ടിടത്തെല്ലാം വൃത്തികെട്ട ന്യൂസ് കേൾപ്പിക്കുന്നവനെ അല്ല ഈ പണിക്ക് വിളിക്കേണ്ടത്. ഹല്ലേലൂയ. കണ്ടിടത്ത് പോലീസ് കേസുള്ളവനെ അല്ല ഇരുന്ന് വിളിക്കേണ്ടത്, പെണ്ണു കേസുള്ളവനെ അല്ല ഇരുന്ന് വിളിക്കേണ്ടത്, മറ്റുള്ള യാതൊരു ദുർമാർഗത്തിൽ നടക്കുന്നവനെ അല്ല വിളിക്കേണ്ടത്. ഇതൊക്കെ കൊണ്ട് നിറയുവാൻ ദൈവസഭയ്ക്കകത്ത് ഇടം വന്നാൽ ശ്രദ്ധിച്ചോണം, പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ അവിടുന്ന് മാറും. മനസ്സിലാകുന്നുണ്ടോ? സാക്ഷ്യം നഷ്ടപ്പെട്ടവർ എത്ര കൈയടിച്ചാലും ഒരു കാര്യമില്ല. ആമേൻ. ദൈവാത്മാവിന്റെ ഇടപെടൽ നഷ്ടപ്പെടുന്ന പ്രവർത്തികൾ ചെയ്തിട്ട് ഒരുമിച്ച് വന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ഒരുവനുണ്ടെന്ന് ബൈബിളിൽ പറയുന്നു. പക്ഷെ അത് ക്രിസ്തു അല്ല, സ്വർഗീയ പിതാവുമല്ല. ആമേൻ, ഹല്ലേലൂയ. അത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അത് തുടർന്നൊന്ന് വായിച്ചേ. എന്തൊക്കെ കാര്യം? രണ്ടാം വാക്യം. അവൻ ഉണ്ടായിരുന്നു, അപ്പൻ യവനനായിരുന്നു. പോയോ കണ്ണിന്റെ കാഴ്ചയൊക്കെ? ഇവിടെ ശ്രദ്ധിക്കണം, അവിടെ ഒരു ആഗ്രഹം ഉണ്ടായി, ന്യായമായ ആഗ്രഹം. എന്താ? എന്റെ കൂടെ. ഇത് പൗലോസാണ് വന്നിരിക്കുന്നത് അല്ലേ? പൗലോസിന്റെ കൂടെ പോകുന്നതിന് തെറ്റൊന്നുമില്ല അല്ലേ? യൂദ അവിടെ വന്നിട്ട് കൂടെ വരാൻ തീരുമാനിച്ചാലോ? എല്ലാവരുടെയും കൂടെ പോകരുത്. എല്ലാവരുടെയും കൂടെ ഇങ്ങനെ വേഷം കെട്ടിയൊക്കെ വന്നാലും പോകരുത് അല്ലേ? അതൊരു വിഷയമാ. അപ്പോ സഹോദരൻ, ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പൗലോസിന്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം വന്നു. എന്താണ് ആഗ്രഹം? കണ്ടോ, അവൻ തന്നോടുകൂടെ പോരണമെന്ന് പൗലോസ്. ഞാൻ പറയാം, ദൈവഹിത പ്രകാരമുള്ള ചില ആഗ്രഹങ്ങൾ ദൈവം നിവർത്തിക്കും. കാര്യം അതിൻ്റെ അകത്ത് ദൈവത്തിന് ഇടപെടലുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടുവെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയാലൊന്നും ദൈവം പ്രവർത്തിക്കത്തില്ല. ദൈവം വ്യക്തമായി നോക്കും ഒരു കാര്യത്തിന്റെ അകത്ത്. ഹല്ലേലൂയ. അപ്പോൾ ചോദിക്കുന്ന കാര്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ പേരുദോഷം വന്നവരൊക്കെ എന്ത് ചെയ്യുന്നു? അവർക്ക് വേറെ ഏത് പണിയും ചെയ്യാം, സുവിശേഷ വേല മാത്രം ചെയ്യരുത്. മനസ്സിലാകുന്നുണ്ടോ? അവർക്ക് വേറെ ഏത് പണിയും ചെയ്യാം, ഏത് രാജ്യത്തിന്റെ അറ്റത്തോളം പോയും തുള്ളാം, പക്ഷെ സുവിശേഷ വേലയ്ക്ക് ഇങ്ങോട്ട് കയറി വന്നേക്കരുത്. ആമേൻ. വായിച്ചാട്ടെ. അവന്റെ അപ്പൻ യവനനെന്ന് അവിടങ്ങളിലുമുള്ള യഹൂദന്മാരെല്ലാവരും. അപ്പോൾ തിമത്തിയോസിനെ കുറിച്ച് പറഞ്ഞാൽ തിമത്തിയോസിന് മാത്രമല്ല, തിമത്തിയോസിന്റെ പിതാവിന്റെ സാക്ഷ്യം വളരെ വലുതാണ്. മനസ്സിലാകുന്നുണ്ടോ? അതറിയാ. നാട്ടിൽ പേര് പറയുമ്പോ കല്ലെടുത്തെറിയാനല്ല പറയേണ്ടത്. ആ വ്യക്തി ചെന്ന് നിന്നാൽ 4 പേര് കേൾക്കാൻ ഇടയായി തീരണം. ദേശത്ത് നമ്മുടെ സാക്ഷ്യം നോക്കണം. ഹല്ലേലൂയ. മോഷണക്കുറ്റത്തിലും പെണ്ണു കേസിലൊക്കെ പിടിക്കപ്പെട്ടിട്ട് ബൈബിളും എടുത്തിട്ട് തുള്ളാൻ നടന്നാലൊന്നും ദൈവം നിന്നെ കയ്യിൽ എടുക്കത്തില്ലെന്ന് മനസ്സിലാക്കിക്കോണം. ചിലർ പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാ പോകൃതരവും കാണിച്ചിട്ട് ദൈവം എല്ലാം കൂടെ വാരിയെടുക്കാൻ വേണ്ടി ഇങ്ങനെ സ്റ്റോറും തുറന്നു വെച്ചിരിക്കുന്ന ഒരു പരിപാടി പോലെ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളവരല്ല. ദൈവം മാന്യനാണ് കർത്താവ്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാ വൃത്തികേടും കാണിക്കുന്നവന് കർത്താവിൽ ആശ്രയിക്കാം. പക്ഷെ രക്ഷിക്കപ്പെട്ടതിന് ശേഷം വൃത്തികേട് കാണിച്ചാൽ നിന്നെ പിന്നെ അതിൻ്റെ അകത്ത് ദൈവം വെക്കത്തില്ല. അപ്പോൾ അവന്റെ അപ്പൻ ഒരു യവനനായിരുന്നു. കാരണം എല്ലാവരും അറിയുന്നു. അപ്പോ ഈ വ്യക്തി എങ്ങനെയാണെന്ന് ആരോട്? ആ വ്യക്തി നല്ല വ്യക്തിയാണെന്നാണ് പറയുന്നത്. കണ്ടോ? വീട്ടിലെല്ലാവരുടെയും കാര്യം അന്വേഷിക്കണം കേട്ടോ. വരുന്ന പ്രാർത്ഥന മുട്ടേ നിൽക്കുന്ന ആളെ മാത്രം നോക്കരുത്, വീട്ടിലുള്ളവരെ നോക്കണം. ആമേൻ. അതുകൊണ്ട് സഹോദരൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ലെങ്കിലും കാര്യം പറഞ്ഞല്ലേ പറ്റുള്ളൂ. എന്താണ് സഹോദരം? ഒരു വ്യക്തി കർത്താവിന്റെ വേലയായിട്ട് അടുത്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം വീടിനെ കുറിച്ച് ചോദിക്കണം, ദേശത്തിലെ സാക്ഷ്യത്തെ കുറിച്ച് ചോദിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ സഹോദരം. അതുകൊണ്ട് ദേശത്ത് സാക്ഷ്യമില്ലാത്തവനെ ഈ പരിപാടിക്ക് വിളിക്കരുത്. ആമേൻ. വായിച്ചാട്ടെ. അവരെ വിചാരിച്ച്
കാരണം അവനെ പരിച്ഛേദന കഴിപ്പിച്ച കാര്യം അത്രയും പേരും കൂടെ നോക്കിയിരിക്കുമ്പോ സ്വതന്ത്രം അവനെ ന്യായപ്രമാണത്തിന്റെ കീഴിൽ ഇരിക്കുന്നവനാകൊണ്ട് പരിച്ഛേദന തെറ്റാണെന്ന് പ്രസംഗിച്ചാലും അവരെ പേടിച്ച് ആ നേരം ചെയ്യുമ്പോഴും മനസ്സിലാക്കണം, പിന്നീട് ഒരു കാലത്ത് തിമോത്തിയോസേ നീ സുവിശേഷം വഹിക്കാനുള്ളതാണ്. അതുകൊണ്ട് നിന്റെ വചനം കേൾക്കുന്നവരും നിന്നെ തള്ളിപ്പറയാതിരിക്കേണ്ടതിന് അല്പകാലം നീ തെറ്റിപ്പോയാലോ നീ നിത്യമായി നിന്നെ നേടേണ്ടതിനാണെന്ന് ഓർത്തോണോ ചില കാലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവില്ലാതെ നടക്കേണ്ടി വന്നത്. മനസ്സിലായോ? ഹല്ലേലൂയ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അതിന്റെ കൂടെ മറ്റൊരു തുടർന്ന് വായിച്ചു തീർത്തേ ആ ഭാഗം. അവർ പട്ടണം തോറും ചെന്ന് യെരൂശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറയ്ക്കുകയും എണ്ണത്തിൽ ദിവസേന വരികയും ചെയ്തു. അപ്പോൾ അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറയ്ക്കുകയും എണ്ണത്തിൽ ദിവസേന മനസ്സിലാക്കണം. പൗലോസിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ ദൈവഹിത പ്രകാരമുള്ള സ്റ്റെപ്പായിരുന്നു. അതുകൊണ്ട് അവന്റെ യാത്രയിലെല്ലാം ദൈവഹിത പ്രകാരമുള്ള കാര്യങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരുന്നു. മനസ്സിലാക്കണം. പക്ഷെ എങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നത്? ഈ 16-ാം അധ്യായം നമ്മൾ കാണുന്നതിന് മുമ്പ് 15-ാം അധ്യായം നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്നറിയാമോ? അതിന്റെ ഒടുവില് 15-ാം അധ്യായത്തിന്റെ ഒടുവിൽ എന്ന് പറഞ്ഞ പൗലോസും ബർണബാസും തമ്മിൽ വേർപിരിയുക അല്ലേ? അതല്ല, അതിന്റെ 36 മുതൽ വായിക്കാം. 15-ന്റെ 36 മുതൽ വായിക്കാം. മർക്കോസ് എന്ന യോഹന്നാൻ ഇച്ഛിച്ചു. പോയവനെ നിരൂപിച്ചു. കർത്താവിന്റെ കൃപയിൽ പരമേൽപ്പിച്ചിട്ട് യാത്ര പുറപ്പെട്ട് സിറിയ കിലിക്കിയ ദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് സഭകളെ. ഇവിടെ ശ്രദ്ധിക്കണേ, ഈ ചരിത്രം എഴുതുമ്പോൾ ലൂക്കോസ് വളരെ ശ്രദ്ധയോടെ അവിടെ ഉദ്ധരിച്ചിരിക്കുന്ന ഒരു ഭാഗം ശ്രദ്ധിച്ചോ? അതിന് 38-ാം വാക്യം വായിച്ചത്, അങ്ങനെ അവർ തമ്മിൽ ഉഗ്രവാദം ഉണ്ടായിട്ട് വേർപിരിഞ്ഞു. ബർന്നബാസ് മർക്കോസിനെ കൂട്ടി കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. 39-ാം വാക്യം ശ്രദ്ധിച്ചോ? പൗലോസോ ശീലാസിനെ തെരഞ്ഞെടുത്ത് സഹോദരന്മാരാൽ കർത്താവിന്റെ കൃപയിൽ പരമേൽപ്പിക്കപ്പെട്ടു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ദൈവം ഒരുവരെ വിളിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, കർത്താവിന്റെ കൃപ വിട്ട് ഒരു സ്റ്റെപ്പും വെക്കാനായിട്ട് അവൻ റെഡിയാകത്തില്ല. ദൈവഹിതത്തിന് വേണ്ടി നിൽക്കുന്നവനാണെങ്കിൽ എത്ര ഉഗ്രവാദം ഉണ്ടായാലും അതിന്റെ ഒടുവിൽ ദൈവകൃപയ്ക്ക് ഏൽപ്പിച്ച് മാത്രം അടുത്ത സ്റ്റെപ്പ് വയ്ക്കത്തുള്ളൂ. പല സംഘടനകളുടെ അകത്ത് നടക്കുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പക്ക ജഡികരായിട്ട് വേർതിരിയുകയാണ്. പക്ഷെ അതിൽ ദൈവം വിളിച്ചാക്കിയ ഒരു പൗലോസ് ഉണ്ടെങ്കിൽ എത്ര പ്രശ്നം ഉണ്ടായാലും അതിന്റെ ഒടുവിൽ ദൈവകൃപയ്ക്ക് ഏൽപ്പിച്ച് ദൈവമേ ഇനി നീ നടത്ത്, ഞാൻ ഒരുവനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അവന്റെ പേര് എന്താണ്? ശീലാസിനെ അല്ലെ? പൗലോസ് ശീലാസിനെ തെരഞ്ഞെടുത്തു, ശരിയാണ്. പക്ഷേ പൗലോസെ നിന്റെ കൂടെ വരുവാൻ ദൈവം ആരെയാ നിയമിച്ചിരിക്കുന്നതെന്ന് നിനക്ക് അറിയത്തില്ലല്ലോ. അതിന് നിനക്കൊരു യാത്ര ആവശ്യമാണ്. ചില യാത്രകൾ ദൈവം ഒരുക്കുന്നതിന്റെ പിന്നിൽ ദൈവഹിതം വെളിപ്പെടുത്തുവാനാണ് ദൈവം ചില യാത്രകൾ ആരംഭിപ്പിക്കുന്നത്. ആ ആരംഭത്തിൽ ആ വ്യക്തി കാണത്തില്ല. ആ വ്യക്തി ചിന്തിക്കാത്ത വഴികളിലൂടെ യാത്രകൾ തിരിയുമ്പോൾ മനസ്സിലാകണം, നീ ഇതിനു മുമ്പേ ദൈവകൃപയിൽ പരമേൽപ്പിച്ചു. അതാണ് കാര്യങ്ങൾ, ട്രാക്കുകൾ ഇങ്ങനെ മാറി മാറിപ്പോകുന്നത്. മനസ്സിലാകുന്നുണ്ട്? നീ എപ്പോഴോ ദൈവ പദ്ധതിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. പക്ഷേ ഒരു ഉഗ്രവാദത്തിന്റെ ചൂടിന്റെ അകത്തുനിന്ന് നീ ഇറങ്ങി വന്നേക്കുന്നത് അല്ലേ? ഇന്നലെ എന്നാ ഉണ്ടാവോ? ഇന്നലെ ഭയങ്കര കലക്കവും പ്രശ്നമായിരുന്നു. പക്ഷേ മകനെ, നീ വിചാരിക്കാത്ത റൂട്ടിലൂടെയാണല്ലോ പോകുന്നത്. അതെ, ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചേൽപ്പിച്ചു, പക്ഷെ ഇന്നലെ ഭയങ്കര കലക്കമായിരുന്നു. പക്ഷെ ഇന്ന് നീ പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയെ നിന്റെ മുമ്പിൽ ദൈവം കൊണ്ടുവരികയാണ്. ആരാ? തിമോത്തിയോസിനെ. എന്താ അവിടെ സംഭവിച്ചേ? തിമോത്തിയോസിനെ ദൈവം അവിടെ ഏൽപ്പിച്ചിട്ട് ദൈവം കാണിച്ചു കൊടുക്കുകയാണ് പൗലോസിനെ. പൗലോസെ,
നീ ആഗ്രഹിക്കുന്ന ആളല്ല, ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്റെ വേലയ്ക്ക് യോഗ്യതയുള്ളവർ ആരാന്ന്. മനസ്സിലാവുന്നുണ്ടോ? പല ഇടങ്ങളും ഉണ്ടല്ലോ ദൈവമഹത്വം നഷ്ടപ്പെടുത്തുന്ന പല വാദങ്ങളും തർക്കങ്ങളും കൊണ്ട് പല മേഖലകളും കലുഷിതമായി കിടക്കുമ്പോൾ ദൈവത്തിനുള്ളതിനെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിനറിയാം. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിനുള്ളതിനെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിനറിയാം. അതിന് നമ്മൾ ആരും റിസ്ക് എടുക്കണ്ട. നമ്മൾ പൗലോസ് ചെയ്തതുപോലെ മാത്രം ചെയ്താൽ മതി. എന്താ പൗലോസ് ചെയ്തത്? സ്തോത്രം, കൃപയിൽ പരമേൽപ്പിച്ച് യാത്ര ചെയ്യണം. ദൈവ കൃപയിൽ പരമേൽപ്പിക്കണം. അതെങ്ങനെയാ? കർത്താവെ ഞാനങ്ങ് പോവുക, നടത്തിക്കോണമെന്നല്ല പറയുന്നത്. എന്റെ വഴികളെയും എന്റെ ഇച്ഛകളെ എല്ലാം ദൈവസന്നിധിയിൽ അങ്ങ് സമർപ്പിക്കണം. ഇനി എന്റെ മുമ്പിൽ വരുന്ന വഴികളുടെ എല്ലാം പിന്നിൽ കർത്താവെ നിനക്കൊരു പദ്ധതിയുണ്ട്. ഞാൻ പലയിടത്തും ഈ വിഷയം പ്രസംഗിച്ചപ്പോ എന്റെ ഉള്ളത്തിൽ ഇടപെട്ട ഒരു ഭാഗമാണ്. നമ്മൾ അതിന്റെ 16-ാം അധ്യായം നമ്മൾ ആരംഭിക്കുമ്പോൾ തിമത്യോസിനെ കണ്ടെത്തി കേട്ടോ. തിമത്യോസിനെ കണ്ടെത്തി. അതിന്റെ 11-ാം വാക്യം മുതൽ വായിച്ചേ, 16-ന്റെ 11 മുതൽ വായിച്ചേ. ദൈവം ചില റൂട്ടുകൾ മാറ്റുന്നതിന്റെ പിന്നിലെ കാരണമാണ് അവിടെ വായിക്കുന്നത്. 11 വായിച്ചേ. അങ്ങനെ ഞങ്ങൾ ത്രോവാസിൽ നിന്ന് കപ്പൽ നീക്കി നേരെ സമത്രോക്കയിലേക്ക് പിറ്റന്നാൾ നവപ്പൊലിക്കും നിന്ന് ഫിലിപ്പിയിലേക്കും ചെന്നു. മക്കദോന്യയുടെ ആ ഭാഗത്തെ ഒരു പ്രധാന പട്ടണവും റോമാക്കാർ കുടിയേറി പാർത്തതും ആകുന്നു. അടുത്ത് വായിച്ചോ, അതൊക്കെ ചരിത്രം. ഞങ്ങൾ ചില ദിവസം പാർത്തു. അവിടെ ആ പട്ടണത്തിൽ ഞങ്ങൾ ചില ദിവസം പാർത്തു. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ പൗലോസ് ചില ചിന്താഗതികളും ചില ആശകളും നിരൂപണങ്ങളൊക്കെ വെച്ചോണ്ട്, എല്ലാ മനുഷ്യരും ഇങ്ങനെയൊക്കെ തന്നെയാ അല്ലേ? നമ്മൾ ചില സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ പൂർണ്ണമായി ദൈവഹിതം അറിഞ്ഞുകൊണ്ടാണോ വെള്ളത്തിൽ ചെല്ലുന്നത്? ചില ഇതുപോലെ വലിയ കലക്കം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത സ്റ്റെപ്പ് വയ്ക്കുന്നത്. ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാ. ക്രിസ്തീയ ജീവിതത്തിന്റെ അകത്ത് കലഹങ്ങളും വാക്കുവാദങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ദൈവകൃപയിൽ പരമേൽപ്പിച്ച് യാത്ര ചെയ്യണം. അത് നമ്മുടെ ഡ്യൂട്ടിയാണത്. മനസ്സിലാവും? ചെല്ലുന്ന ഇടമല്ല, ശാന്തത കുറഞ്ഞ ഇടമല്ല, ഇടപെടുന്ന വിഷയങ്ങളെല്ലാം അത് സമാധാനം നൽകുന്നതല്ല, പലതും കലക്കവും കണ്ണുനീരും ഉളവാക്കുന്നതായിരിക്കും. പക്ഷെ നിന്റെ ഡ്യൂട്ടി നീ ദൈവകൃപയിൽ പരമേൽപ്പിച്ച് സ്റ്റെപ്പുകളെ വെച്ചുകൊണ്ടിരിക്കണം. ആമേൻ, ഹല്ലേലൂയ. പലരും നമ്മളെ വിട്ടുപോകും. മനസ്സിലാവുന്നുണ്ടോ? എത്രയോ അതിശയങ്ങളും അത്ഭുതങ്ങളും പൗലോസും ബർന്നബാസും കൂടി ഇരുന്ന് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ തമ്മിൽ വേർപിരിയേണ്ട സാഹചര്യത്തിലേക്ക് അവരെത്തി എന്നുള്ളതാണ് കാര്യം. ബർന്നബാസിന്റെ ടേസ്റ്റ് അല്ല പൗലോസിന്റേത്. ബർന്നബാസിന്റെ മേലുള്ള വിളിയല്ല പൗലോസിന്റെ മേൽ കിടക്കുന്നത്. ലൂക്കോസ് ചരിത്രം എഴുതുമ്പോൾ പൗലോസിന്റെ ചരിത്രത്തിലേക്ക് പോകാനേ പറ്റത്തുള്ളൂ. കാര്യം ദൈവകൃപയിൽ പരമേൽപ്പിച്ചു പോകുന്ന പൗലോസിന്റെ യാത്രയെ പരിശുദ്ധാത്മാവ് ലൂക്കോസിന് വെളിപ്പെടുത്തി കൊടുത്തു. എല്ലാ ചരിത്രങ്ങളും അല്ലെങ്കിൽ എല്ലാവരുടെയും പുറകെ പോകില്ല. കൃപയിൽ പരമേൽപ്പിച്ച് യാത്ര ചെയ്യുന്നവന്റെ പിന്നിലായിരിക്കും ചരിത്രം സ്തോത്രം നിഴലിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാവരും അതൊന്നും കാണിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ കാര്യമൊന്നുമില്ല. പല പ്രകടനങ്ങളും ഒച്ചപ്പാടുകളും എല്ലാം അവിടെ ഇവിടെ നടത്തും. പക്ഷെ ചരിത്രം ആരുടെ കൂടെ പോയി എന്നുള്ളതാണ് നോക്കുന്നത്, അല്ലേ? അപ്പോൾ അവിടെ ആ അവസ്ഥകളിലെല്ലാം പൗലോസ് കടന്നുപോയി. സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ പൗലോസ് ഇപ്പൊ എവിടെ ആയിരിക്കുകയാണ്? ഹല്ലേലൂയ. എവിടെ എത്തി? ത്രോവാസിൽ കപ്പൽ നീക്കുന്ന സമത്രോക്കിയയിലേക്കും പിറ്റേന്നാൾ നവപ്പൊലിയിലേക്കും അവിടെ നിന്ന് ഫിലിപ്പിയിലേക്കും ചെന്നു, അല്ലേ? അത് മക്കദോന്യയുടെ ആ ഭാഗത്തേക്ക്. ആമേൻ. അപ്പോൾ നമ്മൾ അതിന്റെ കാരണം എന്നാണെന്നറിയാമോ? ഹല്ലേലൂയ. അതിന്റെ 9-ാം വാക്യം ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. അതിന്റെ 16-ന്റെ 9. ഒരു പുരുഷൻ അവിടെ വന്നു. നീ മക്കദോന്യയ്ക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് അവരോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. അപ്പോൾ പൗലോസ് ദർശനം കണ്ടു. ഈ ദർശനം കാണുന്നതിന് മുമ്പ് എന്ത് സംഭവിച്ചു? തിമത്യോസിനെ കണ്ടു. തിമത്യോസിനെ കാണാൻ ദർശനമൊന്നും ദൈവം കൊടുത്തില്ല, ദൈവാലോചന കൊടുത്തില്ല. അവിടെ പൗലോസിന്റെ ഹൃദയത്തിൽ ഇഷ്ടപ്പെടണം, പൗലോസിന്റെ ഹൃദയത്തിൽ ബോധിക്കണം. ആരെ? തിമത്യോസിനെ. വളരെ വ്യത്യസ്തമായ കാര്യമാണ്. ഒരു കലഹം കഴിഞ്ഞ് പുറപ്പെട്ടു വന്ന പൗലോസിന്റെ ഹൃദയത്തിൽ, കലങ്ങിയിരിക്കുന്ന പൗലോസിന്റെ ഹൃദയത്തിൽ
യഥാർത്ഥ ഒരു ക്രിസ്തു ശിഷ്യനെ കണ്ട് സന്തോഷിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് അവിടെ ചില പ്രവൃത്തി ചെയ്തു. അതിനുശേഷമാണ് ദർശനം കൊടുത്തത്. ദർശനമൊന്നും വെറുതെ കിടക്കില്ല. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന, അസൈൻ ചെയ്തിരിക്കുന്ന ചില ഡ്യൂട്ടികൾ അത് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോഴാണ് ദർശനങ്ങൾ കാണിക്കുന്നത്. മനസ്സിലാക്കണം. ചില നേരങ്ങളിൽ ദർശനങ്ങളില്ലാതെ, ദൈവാലോചനകളില്ലാതെ തിമോത്തിയോസിനെ കണ്ടെത്തുന്നത് പോലെ ചില അനുഭവങ്ങൾ അവിടെ വരും. അവിടെ നമ്മൾ നേരിട്ട് കണ്ടു ബോധ്യം വരണം. നമ്മളുടെ ഇച്ഛകൾക്കും നമ്മുടെ തീരുമാനങ്ങൾക്കും നമ്മുടെ നിരൂപണങ്ങൾക്കൊക്കെ പ്രാധാന്യമുള്ള ചില അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ട്. അതിനെ തള്ളിക്കളയുന്നവനല്ല ദൈവം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അവിടെ തിമോത്തിയോസിനെ കണ്ടു, തിമോത്തിയോസിന്റെ സ്വഭാവം കേട്ടു, തിമോത്തിയോസിന്റെ ഭവനത്തെ കുറിച്ച് കേട്ടു, തിമോത്തിയോസിന്റെ കുടുംബത്തിന്റെ സാക്ഷ്യം കേട്ടു. ഇതിലെല്ലാം തൃപ്തനായി നിൽക്കുന്ന ഒരു പൗലോസിനെ അവിടെ കാണുന്നത്. ആ ചരിത്രം എഴുതാനാണ് ലൂക്കോസിന് ദൈവാത്മാവിൽ ഇടയായത്. ശ്രദ്ധിക്കണേ, ചരിത്രങ്ങൾ വെറുതെ ഉണ്ടാകത്തില്ല. ഇതിൽ ദൈവത്തിന്റെ ഇടപെടൽ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. കുറെ സംഭവങ്ങൾ ഉണ്ടായോ, അവിടെ ഇവിടെ ചുമ്മാ ഓടിച്ചാടി നടന്നാലൊന്നും അത് സുവിശേഷ വേലയാകില്ല. ദൈവാത്മാവിൽ കൃപയിൽ പരമേൽപ്പിച്ച് സ്റ്റെപ്പ് വെച്ചാൽ മാത്രമാ അത് സുവിശേഷ വേലയുടെ സ്വന്തം മഹത്വം വെളിപ്പെടുത്തത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. എവിടെ കിടന്ന പൗലോസ് ഇപ്പൊ എവിടെ വന്നിരിക്കുകയാണ്? അപ്പോൾ തിമോത്തിയോസിനെ കണ്ടെത്തി. തൊട്ടടുത്ത് തിമോത്തിയോസിനെ കണ്ടെടുത്തി. നമുക്ക് നോക്കണേ, ഒരു പ്രോഗ്രാം അവിടെ സ്വതന്ത്രം കണ്ട. അതിന് 5-ാം വാക്യം നമ്മൾ വായിച്ച വാക്യമാണ് അല്ലെ? 4-5 വാക്യം ഒന്ന് വായിച്ച്. അവർ പട്ടണം തോറും ചെന്ന് യെരൂശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. കാര്യം എന്നാന്നറിയോ? ഇവിടെ ശ്രദ്ധിക്കണേ. ഇവിടെ പൗലോസ് എന്താണെന്നറിയാമോ ബർണബാസുമായിട്ട് അടിച്ചു പിരിയാനുള്ള കാരണം? ഈ കൊടുത്ത കൽപ്പനകൾ സഭതോറും അവർ പാലിക്കുന്നുണ്ടോ എന്ന് അറിയാൻ പൗലോസിന് ആഗ്രഹമുണ്ട്. നമുക്ക് ചെന്ന് എല്ലാ സഭകൾ തോറും നമുക്കൊന്ന് ചെന്ന് അവർ ഈ കൊടുത്ത പ്രമാണങ്ങളെല്ലാം അനുസരിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞതിലാണ് ആർക്ക് ദേഷ്യം വന്നതെന്നറിയാമോ? ആർക്ക് ദേഷ്യം വന്നത്? ബർണബാസിന് ദേഷ്യം വന്നത്. ബർണബാസ് പറഞ്ഞ് അങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞ് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്ത്. ഞാനൊരു കാര്യം പറയാം കേട്ടോ, പൗലോസെ, നിനക്ക് ലഭിച്ച ദർശനമൊന്നും ബർണബാസിന് കിട്ടിയെന്നിരിക്കില്ല. നിന്റെ ഉള്ളിൽ വീണ തീ ഒരിക്കലും മറ്റൊരുവന് കിട്ടിയെന്നിരിക്കില്ല. നിനക്ക് ലഭിച്ച തീയുടെ വെളിച്ചത്തിൽ, നിനക്ക് ലഭിച്ച അഗ്നിയുടെയും തീപ്പൊരിയുടെയും അനുഭവത്തിൽ, വെളിപ്പാടില് നീ സ്റ്റെപ്പുകളെ വെക്കുമ്പോൾ മറ്റൊരുത്തം നിന്നെ തടയാനും നിന്നെ മറ്റൊരുത്തം ക്ലേശിപ്പിക്കാനും വഴക്കുണ്ടാക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. പക്ഷെ അതൊന്നും കണ്ട് ദൈവം തന്റെ പ്ലാൻ ഒന്നും മാറ്റി വെക്കുന്നില്ല. അല്ലേ? ഹല്ലേലൂയ. മാറ്റി വെക്കുന്നുണ്ടോ? ഒരിക്കൽ കൊടുത്ത് കാര്യം 15-ാം അധ്യായം നമ്മൾ കാണുമ്പോൾ യെരൂശലേം കൗൺസില് കൂടി അവിടെ ചില തീരുമാനങ്ങൾ അവിടെ വന്നു. ആ തീരുമാനങ്ങൾ അവിടെ സഭതോറും അറിയിക്കണം. ആ സഭതോറും അറിയിക്കാൻ പറഞ്ഞു വേപ്പിച്ച കാര്യങ്ങൾ കുറച്ചു നാൾ കഴിഞ്ഞപ്പോ ഇവരിത് അനുസരിക്കുന്നുണ്ടോന്ന് നോക്കാനുള്ള ആഗ്രഹം ആർക്ക് വന്നു? ആളെ പൗലോസിന്. നമ്മുടെ ഇടയിലെ പാസ്റ്റർമാരാണെ പറയും, എന്റെ പൊന്നു പാസ്റ്ററെ, അന്ന് കൊടുത്തത് നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചതല്ലേ, ഇനി കുത്തിപ്പൊക്കാൻ പോകുന്നത് എങ്ങനെ? ആ വെളിപ്പാടുള്ളവർ ആ വഴിക്ക് പോണം. ഹല്ലേലൂയ. ആ വെളിപ്പാടുള്ളവൻ ആ വഴിക്ക് പോകണം. എന്നാൽ പുറകെ ചെന്ന് അവരത് അനുസരിക്കുന്നുണ്ടെന്ന് നോക്കാൻ ആ അഭിഷേകം ഉള്ളവനെയാണ് ദൈവം ചരിത്രത്തിൽ കയറ്റുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതൊക്കെ അനുസരിക്കുന്നുണ്ടോന്ന് അതിന് കിഴിഞ്ഞു ചിന്തിക്കാനും അതിന്റെ പിന്നിൽ അന്വേഷിക്കുവാനും കടന്നു പോകുന്നവന്റെ മേലാണ് ചരിത്രം കിടക്കുന്നത്. അപ്പൊ ഒരു കാര്യമുണ്ട്. അടുത്ത വിഷയം എന്താണെന്നറിയാമോ? അത് പറഞ്ഞപ്പോ അത് പോകണ്ട എന്ന് പറഞ്ഞ് അവിടെ കഴിഞ്ഞ് ഉഗ്രവാദം ഉണ്ടായി. അതാണ് ഉഗ്രവാദത്തിന്റെ പിന്നിലെ കാര്യം. ബർണബാസിന് അത് കേട്ടപ്പോ ഇഷ്ടപ്പെട്ടില്ല. ഒരു കാരണം എനിക്ക് മനസ്സിലായി, ബർണബാസിനെ ശരിക്കും പഠിച്ച അവൻ നമ്മുടെ നാട്ടിൽ നിന്ന് ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരുത്തിനെ പോലെ തന്നെയാ ഉള്ളത്, അല്ലേ? വേറെ പ്രത്യേകമൊന്നുമില്ല. പൗലോസ് അങ്ങനെയല്ല. ഈ നഷ്ടപ്പെട്ടു പോക്കാൻ ഈ അനുഭവത്തിൽ നിന്ന് വന്നവനാ നിൽക്കാൻ പറ്റുള്ളൂന്നേ. പലതും നഷ്ടപ്പെടുത്തിയാണ് ഇതിനകത്ത് ഈ മാർഗത്തിന്റെ അകത്ത് പൗലോസ് വന്നത്, അല്ലേ? അതിനകത്ത് എരിവ് അതിൽ നിലനിൽക്കുമ്പോ മറ്റൊരുത്തം നോക്കുമ്പോ ഞങ്ങളെല്ലാരും ദൈവത്താ വിളിക്കപ്പെട്ടിട്ടാ, ഞങ്ങളുടെ ആരുടെ ഹൃദയത്തിൽ ഇല്ലാത്ത ആലോചനയാണോ പൗലോസേ നിനക്കുള്ളത്? നീ ഒന്ന് ചുമ്മാ ഇരുന്ന എന്നതാ? അങ്ങനെ ചോദിക്കുന്നവനെയൊക്കെ ആ വഴി പറഞ്ഞു വിട്ടണം. അവൻ മകനെ നിന്റെ വണ്ടി കയറാനും നിന്റെ കൂടെ വരാനും നടക്കത്തില്ല.
നീ വേറെ റൂട്ടിലാ നിൽക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ചരിത്രം പൗലോസിന്റെ കൂടെയാ, ബർന്നബാസിന്റെ കൂടെയല്ല. ആമേൻ. ചരിത്രം പൗലോസിന്റെ കൂടെയാ. സ്വന്തം ഹല്ലേലൂയ. ലൂക്കോസിന്റെ തൂലിക ചലിക്കുന്നത് പൗലോസിലൂടെ ദൈവം വെളിപ്പെടുത്തിയ അസാധാരണമായ പ്രവർത്തികളെ കാണുമ്പോൾ ആത്മാവ് ഹല്ലേലൂയ സ്തോത്രം അവിടെ ലൂക്കോസ് എഴുതിയെങ്കിൽ ആത്മാവ് പ്രേരിതമാകാതെ ഒരുവന്റെ ചരിത്രം പുറത്തു വരത്തില്ല. അല്ലേ? അത് ദൈവത്തിന്റെ നീതിയാ. വായിച്ചേ, നമുക്ക് അവിടെ നോക്കുമ്പോ എന്തോ ഇവിടെ നമ്മൾ അവിടെ തന്നെ നിൽക്കുകയാണല്ലേ. അതിന്റെ എന്താ സംഭവിച്ചത്? യെരുശലേം കൗൺസിൽ 15-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം അതിന്റെ സ്തോത്രം അവിടെ കുറച്ച് കാര്യങ്ങൾ 27 മുതൽ വായിച്ചേ. 15-27 അപ്പോസ്തല പ്രവൃത്തി 15-27 വായിച്ചോ. അവർ വാമൊഴിയായും ഇതുതന്നെ അറിയിക്കുന്നു. ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം എന്നിവ വർദ്ധിക്കുന്നത് ആവശ്യം എന്നല്ലാതെ അധികമായ ഭാരം ഒന്നും നിങ്ങളുടെ മേൽ ചുമത്തരുത് എന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും ഇവിടെ തേക്കണം. പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. അടുത്തത് ഈ വർജിച്ച് സൂക്ഷിച്ചുകൊണ്ടാൽ നന്ന് കണ്ടു. ഇതാണ് നമ്മളുടെ നന്മയും ശുഭതയുമാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇളക്കാൻ വരുന്നവനെല്ലാം ദൈവം കൈകാര്യം ചെയ്തോളും. മനസ്സിലാകുന്നുണ്ടോ? മകനെ, നീ കൃപയിലിരിക്കുന്നെങ്കിൽ, നീ ദൈവവേദനാണെങ്കിൽ നിന്നെ കലക്കുന്നവരാരായിരുന്നാലും ശിക്ഷ അനുഭവിക്കുമെന്നുള്ളത് മറന്നുപോകും. വായിച്ചെടുത്തത് അങ്ങനെ അവർ വിടവാങ്ങി ചെന്ന് ലേഖനം കൊടുത്തു. കേൾക്കണ, ഈ ആശ്വാസവചനം വായിച്ച് സന്തോഷിച്ചു. സഭയ്ക്കകത്ത് ചില കാര്യങ്ങൾ പാടില്ല എന്നുള്ള കാര്യം പൊതുവെ പറയുന്നതോടുകൂടെ ഒത്തിരി പേരുടെ ബിസിനസ് അവിടെ അവസാനിച്ചു. അടുത്തത് വായിച്ചേ. ശ്രദ്ധിക്കണേ, അയക്കപ്പെടുന്നവരാരാ? ഒരിടയനെയും വിട്ടില്ല, അവിടെ പ്രവാചകനെയാ വിട്ടത്. നമ്മളെ ഒരു മിഷൻ, ഒരു ദൗത്യ നിർവഹണത്തിന് വിടേണ്ടവര് പ്രവാചകന്മാരും അപ്പോസ്തലന്മാരൊക്കെ ആയിരിക്കണം. മനസ്സിലാവുന്നുണ്ട്? അവര് പ്രവാചകന്മാരാണ്. അവര് വന്ന് വചന ശുശ്രൂഷ ചെയ്തേ. അയ്യോ, അങ്ങനെയല്ല, ഞങ്ങൾ പ്രവചിക്കാനല്ല പോയത്, നിനക്ക് ഇഷ്ടമുള്ളത് പറയാനല്ല പോകുന്നത്. നിന്നിൽ പകർന്നിരിക്കുന്ന അഭിഷേകം കൊണ്ട് സഭയ്ക്കകത്ത് ആത്മാവിൽ തെരഞ്ഞെടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ ആത്മനിറവോടെ സഭകളെ അറിയിക്കാനാണ് അഭിഷേകം പ്രവാചകന്മാരുടെ മേൽ പകർന്നിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതിലൂടെ വിസ വരുന്നുണ്ട്. ഇതിലൂടെ H1B വിസ ഇവിടെ കൂടെ കോളേജിൽ കൂടെ പോകുന്നതാണ്. ഇതൊന്നും പറയാനല്ല നിന്നെ വിട്ടിരിക്കുന്നത്. വായിച്ചേ. പ്രവാചകന്മാരാകൊണ്ട് പല പ്രവചനങ്ങളാലും സഹോദരന്മാരെ ഉറപ്പിച്ചു. കണ്ടോ? അപ്പൊ അവരെ ഏൽപ്പിച്ച ദൗത്യം പ്ലസ് അവരുടെ മേൽ ഏൽപ്പിച്ച ദൗത്യം, അവരെ ദൈവത്തിന്റെ ആത്മാവ് ഏൽപ്പിച്ച കാര്യമുണ്ട്. ഇതിന് സ്വാതന്ത്ര്യം സഭയ്ക്കകത്ത് വേണം. പറയുന്നത് മാത്രം ചെയ്താൽ മതി നൃത്തം പറഞ്ഞ് അവരെ ആദ്യം ഇറക്കി വിടണം. അങ്ങനെയല്ല. ദൈവാത്മാവ് അവിടെ ഇടപെടുന്ന ചില മേഖലകളിൽ കൂടെ സംസാരിക്കാൻ സ്വാതന്ത്ര്യം ദൈവസഭയ്ക്കകത്തുണ്ട്. ആ പരിശുദ്ധാത്മാവിന്റെ സ്വാതന്ത്ര്യം തടുക്കുന്ന ഏതെങ്കിലും സംഘടനകളോ പ്രസ്ഥാനങ്ങളോ ഉണ്ടെങ്കിൽ അത് ദൈവത്താലല്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുവാൻ സ്വാതന്ത്ര്യം സ്തോത്രം ഓരോ കൂട്ടായ്മകൾക്കും ഉണ്ട്. വായിച്ചേ. താമസിച്ച ശേഷം സഹോദരന്മാർ അവരെ അയച്ചു. അവരുടെ അടുക്കലേക്ക് സമാധാനത്തോടെ പറഞ്ഞയച്ചു. എന്നാൽ പൗലോസും ബർന്നബാസും അന്ത്യോക്യയിൽ പാർത്തു. ഇടയ്ക്ക് മുറിച്ച് വായിക്കല്ലേ. അത് വലിയൊരു പോരാട്ടമാണ് ഈ വാക്യം മുറിച്ച് വായിക്കുന്നത്. ഹല്ലേലൂയ എന്ന സഹോദരൻ അവന്റെ 33 വായിച്ചേ. 33. ഞാനൊരു കാര്യം പറയാം. ഞാൻ പറയാത്ത വാക്യം കേറി വായിക്കരുത്, പറയേണ്ട ഭാഗ്യം വായിക്കാതെ മാറ്റിയും വിടരുത് കേട്ടോ. അത് വായിക്കാനാ വെച്ചിരിക്കും, തെറ്റരുത്. വായിച്ചേ. അടുത്തത് എന്നാൽ പൗലോസും ബർന്നബാസും അന്ത്യോക്യയിൽ പാർത്തു. മറ്റു പലരോടും കൂടി കർത്താവിന്റെ വചനം ഉപദേശിച്ചും സുവിശേഷിച്ചും കൊണ്ടിരുന്നു. അടുത്തത് കുറെ
ബർന്നബാസിനോട് ഇവിടെ ശ്രദ്ധിക്കണം, കുറെ നാൾ. അപ്പൊ ഇത് ആരുടെ മനസ്സിൽ നിന്ന് പോയില്ല? പൗലോസിന്റെ മനസ്സിൽ നിന്ന് പോയില്ല, ബർന്നബാസിന്റെ മനസ്സിൽ നിന്ന് പോയി. കുറെ നാൾ കഴിഞ്ഞിട്ട് പൗലോസ് ആ ബർന്നബാസിനോട് ആ നാം കർത്താവിന്റെ വചനം അറിയിച്ച ആ പട്ടണം തോറും ആ. ഇവിടെയും ചെന്ന് ആ സഹോദരന്മാർ എങ്ങനെയിരിക്കുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കണം, എങ്ങനെ ഇരിക്കുന്നു, നമ്മളെ ചെന്ന് വചനം പറഞ്ഞിടത്ത് എങ്ങനെയുണ്ടെന്ന് അറിയാനൊരു ആഗ്രഹം. ശ്രദ്ധിക്കണം, ഇതൊന്നും എല്ലാവർക്കും ഒരു ആഗ്രഹമൊന്നുമില്ല. ചിലര് 3 വർഷം 4 വർഷം ഒരു സഭയിൽ ഇരുന്നിട്ട് പോയാൽ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരിക്കുന്നവരുണ്ട്, അല്ലേ? ചിലര് പിന്നെ സാമ്പത്തികമുള്ള സഭയെ മാത്രമാണ് നോട്ടം. അവിടെ എന്ത് സംഭവിച്ചു? ഒരു 3-4 ട്രാൻസ്ഫർ കഴിഞ്ഞാൽ ആ പണ്ടിരുന്ന സഭയ്ക്കകത്തുനിന്ന് വന്ന നന്മയുടെ കാലഘട്ടങ്ങൾ ഓർക്കാൻ വേണ്ടി പഴയ സ്തോത്രം ഹാളെ നൊസ്റ്റാൾജിയയ്ക്ക് വേണ്ടി അങ്ങോട്ട് കയറി ഇറങ്ങുന്നവരുണ്ട്. ഇതൊന്നുമല്ല ശരിയായ പോക്ക്. മനസ്സിലാവുന്നുണ്ടോ? അവിടെ വായിക്കുന്നത് ശ്രദ്ധിച്ചോ. കുറെ നാൾ കഴിഞ്ഞിട്ട് പൗലോസ് ആ ബർന്നബാസിനോട് നാം കർത്താവിന്റെ വചനം അറിയിച്ച പട്ടണം തോറും ആ പിന്നെയും ചെന്ന് സഹോദരന്മാർ എങ്ങനെയിരിക്കുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞു. ആ മർക്കോസ് എന്ന യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ആ പോകുവാൻ ബർന്നബാസ് ഇച്ഛിച്ചു. കണ്ടോ, മർക്കോസ് എന്ന യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് പോകാൻ ബർന്നബാസ്. ഇവിടെ ഒരു കാര്യം, ഇവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടത്. ഒരു കാര്യം പറയും, അത് പറയുന്നത് പോലെ ചെയ്യാൻ കൂടെയുള്ളവൻ അറിയാതെ വരുമ്പോ ശ്രദ്ധിച്ചോണം, റൂട്ട് തിരിയുകയാ, അല്ലേ? ഹല്ലേലൂയ. പോകുന്നത് നല്ല കാര്യമല്ലേ? പണ്ടിതുപോലെ ഒരാളുണ്ടായിരുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ. ആരായിരുന്നറിയാവോ? അബ്രഹാം അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം വിളിച്ച് വേർതിരിച്ചു. കൂടെ ഒരുത്തനുണ്ട്, ലോത്ത്, സഹോദരപുത്രന്. അവൻ കൂടെ കയറിയിരിക്കുക. എന്നാൽ മനസ്സിലാക്കണം, സഹോദരപുത്രനോട് പറഞ്ഞു, നീ വലതോട്ടാണെങ്കിൽ ഞാൻ ഇടതോട്ട്, നീ കിഴക്കോട്ടാണെങ്കിൽ ഞാൻ പടിഞ്ഞാറോട്ട്, നീ പോകുന്നതിന്റെ വിപരീതം ഞാൻ പോക്കോളാം. കാരണം എന്നാ പറയാവോ? നമ്മൾ തമ്മിൽ മുമ്പോട്ട് പോകത്തില്ല. അതിന് എന്ത് സംഭവിച്ചു? അതിന് എന്റെ ആട്ടിടയന്മാരും, അല്ലെ സഹോദരൻ, ഇടയന്മാരും നിന്റെ ഇടയന്മാരും തമ്മിൽ കലശലായി. ശ്രദ്ധിക്കണേ, ഒരിക്കലും പ്രശ്നമില്ലാതെ ഇരിക്കുന്ന രണ്ടുപേരുടെ ഇടയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന അവരുടേതല്ലാത്ത പ്രശ്നങ്ങൾ കയറി വരുമ്പോൾ മനസ്സിലാക്കിക്കോണം, എവിടേക്കോ ഏതിനോടൊക്കെയോ ഗുഡ് ബൈ പറയേണ്ട ടൈമായെന്ന്. അവിടെ എന്ത് സംഭവിച്ചു? അവരെ അബ്രഹാമും ലോത്തും വേർപിരിഞ്ഞു, അല്ലേ? അവരുടെ സമ്പത്ത് വലുതായതുകൊണ്ട് അവരവിടെ വേർപിരിഞ്ഞു. ഇതുപോലൊരു വേർപിരിയൽ നമ്മൾ ഇവിടെ കാണുകയാണ്. ആമേൻ. നമുക്ക് പോകണം, സഭതോറും പോകുന്നതിന് ഒരു പ്രശ്നമില്ല പൗലോസെ, നമുക്ക് പോകാം. പക്ഷെ ഞാൻ ആരെയാ തെരഞ്ഞെടുത്തിരിക്കുന്നതെന്നറിയാവോ? ആരെയാ? യോഹന്നാന്ന് വിളിക്കുന്ന മർക്കോസിനെ തെരഞ്ഞെടുത്തു. അവിടെയാണ് പൗലോസിന് ഇഷ്ടപ്പെടാതെ വരുന്നത്. പൗലോസിന് അതാണ് ഇഷ്ടപ്പെടാതെ വന്നത്. അവനെ വിളിച്ചോണ്ടാണ് പറ്റില്ല. അപ്പോൾ ബർന്നബാസിന് അവനെയും കൊണ്ടേ പോകുന്നുള്ളൂ. ശ്രദ്ധിക്കണേ, നമ്മളുടെ ഇടയിൽ നിന്ന് ചിലതിനെ ദൈവം മാറ്റുമ്പോൾ, എല്ലാ അഭിപ്രായത്തിലും ഒരു കാര്യമാണെങ്കിലും ചില വിഷയങ്ങൾ വരുമ്പോൾ ഉടക്കിപ്പിരിഞ്ഞ് മാറുവാൻ ഇടയ വരുമ്പോൾ നമ്മൾ അവിടുന്ന് കരയുകയല്ല വേണ്ടത്. നമ്മൾ ദൈവകൃപയിൽ പരമേൽപ്പിച്ച് അടുത്ത സ്റ്റെപ്പ് വെക്കണം. കാരണം ദൈവത്തിന്റെ പ്രവൃത്തി അങ്ങനെയാണ് നിറവേറിക്കൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിച്ചോ, അവിടെ ആ തെരഞ്ഞെടുത്ത വ്യക്തിയെ കുറിച്ച് പൗലോസിന് നല്ല രീതിയിൽ ആ വ്യക്തിയെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം പുള്ളിയെ കുറിച്ചുള്ള കുറ്റം അടി കിടപ്പുണ്ട്, അല്ലേ? എന്താണ് വായിക്കുന്നത്? പൗലോസോ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, പൗലോസിന്റെ സ്വഭാവം ശ്രദ്ധിച്ചോ. ഒന്ന്, ഈ സഭകളിലെല്ലാം ഈ കൗൺസിലിൽ നടന്ന റിപ്പോർട്ട് അവിടെ വായിച്ചു. അത് പ്രകാരം സഭകൾ നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഒരു ആഗ്രഹം. അതുപോലെ തന്നെ കൂടെ നടന്നിട്ടുള്ളവന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പൗലോസിന്റെ കയ്യിലുണ്ടെന്ന്. കൂടെ സുവിശേഷകരെ ചെയ്യുന്നവന്റെ എല്ലാം യഥാർത്ഥ റിപ്പോർട്ട് കയ്യിലുണ്ടാകണം. അതൊരു അപ്പോസ്തലന്റെ ഡ്യൂട്ടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? കൂടെ എല്ലാവരെയും വലിച്ചോണ്ട് പോകല്ല. ഓരോരുത്തർ ചെയ്തതും പ്രവർത്തിച്ചതും പറഞ്ഞതും നടത്തിയതുമായ റിപ്പോർട്ട് കയ്യിലുണ്ടാകും. അപ്പൊ ഒരുവനെ കുറിച്ച് തോറ്റുപോയ റിപ്പോർട്ട് കയ്യിലിരിക്കുക. ആരെ കുറിച്ച്? മർക്കോസിനെ കുറിച്ച്. ഒരിക്കൽ ഇവനെ വേലയ്ക്ക് വിളിച്ചപ്പോൾ ഇവൻ വന്നില്ല. അങ്ങനെയുള്ള ഒരുവനെ ഈ പരിപാടിക്ക് കൊണ്ടുപോകരുത് പൗലോസ് പറഞ്ഞു. പക്ഷേ ബർന്നബാസ് ഭയങ്കര ലിബറൽ ആയിരുന്നു. എന്റെ ഭാഷയും പറയുക, ബർന്നബാസ് വല്ല ലിബറലായിരുന്നു. അവനെ കൊണ്ട് പോയാൽ മതി എന്ന് തീരുമാനിച്ചു. ശ്രദ്ധിക്കണം, ചരിത്രം പോകുന്ന ലിബറലുകളുടെ പുറകിലേ അല്ല കേട്ടോ. സിസ്റ്റമാറ്റിക് ആയിട്ട് ആത്മാവിൽ നടത്തപ്പെടുന്നവന്റെ പുറകിലായിരിക്കും ചരിത്രം പോകുന്നത്. വായിച്ചേ. അങ്ങനെ അവർ
തമ്മിൽ ഉഗ്രവാദമുണ്ടായി. ഉഗ്രവാദം ഉണ്ടായി. ആ, വേർപിരിഞ്ഞ് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, ഉഗ്രവാദം എന്താ? ശ്രദ്ധിക്കണം, ഉഗ്രവാദം എന്താ? എന്റെ ഒരു ചിന്ത ഞാൻ പറയുന്നത്, അവിടെ ഉഗ്രവാദം എന്തോ അവിടെ വാദിച്ചെന്ന് അറിയത്തില്ലെങ്കിലും നമുക്ക് എന്റെ ഉള്ളിൽ വരുന്ന ഒരു ചിന്ത ഞാൻ പറയാം. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബർന്നബാസ് സ്തോത്രം പൗലോസിന്റെ തീരുമാനത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. പൗലോസ് ഇവൻ ഈ തെറ്റ് ചെയ്തവനെ വിളിച്ചോണ്ട് പോകുന്ന ആ സ്വഭാവം ശരിയല്ലെന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞ രണ്ടുപേരും തമ്മിൽ അവരുടെ സ്വഭാവത്തെ കിടന്ന് ചൊറിഞ്ഞെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എനിക്ക് തോന്നുന്ന കേട്ടോ, അവിടെ ചരിത്രത്തിലില്ല, അപ്പൊ ലൂക്കോസ് അത് ചരിത്രത്തിൽ എഴുതിയിട്ടില്ല. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തമ്മിൽ അവിടെ ഉഗ്രവാദം ഉണ്ടായെങ്കിൽ രണ്ടുപേരുടെ തീരുമാനങ്ങളാണ് തമ്മിൽ ചൊറിഞ്ഞതെന്ന് മനസ്സിലാകാം. വായിച്ചെടുത്തത് അങ്ങനെ അവർ തമ്മിൽ ഉഗ്രവാദം ഉണ്ടായിട്ട് ബർന്നബാസ് മർക്കോസിനെ കൂട്ടി കപ്പൽ കയറി കിപ്രോസ് ദ്വീപിലേക്ക് പോയി. ശ്രദ്ധിക്കണം, അവിടെ പ്രാർത്ഥിച്ചൊന്നും ഇവിടെ ചരിത്രം പറയുന്നില്ല. അവിടെ ആത്മാവിന്റെ ഇടപെടലിന് ഒരു സാധ്യത അവിടെ കണ്ടില്ല. മനസ്സിലാക്കണം, നമ്മൾ ആത്മീയരാണെങ്കിൽ ഏത് സാഹചര്യത്തിലും ദൈവത്തിന്റെ സാന്നിധ്യത്തോടു കൂടെ നടക്കാവുള്ളൂ. ആരോടെങ്കിലും ഉള്ള വൈരാഗ്യം കണ്ടാൽ അവിടെ പ്രാർത്ഥിക്കാതെ കിടന്നുറങ്ങുന്നവനെയും ഇട്ടിട്ട് പോകുന്നവനെയും ഒന്നും ഈ പണിക്ക് കൊള്ളത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് ലൂക്കോസോടെ പറഞ്ഞവിടെ പ്രാർത്ഥിച്ച് സഹോദരന്മാരാൽ ഐക്യപ്പെട്ടു എന്ന് പറയുന്നില്ലല്ലോ. അവരിറങ്ങിയങ്ങ് പോയി, ഇവനെ വിളിച്ച് കയ്യെ പിടിച്ചുകൊണ്ട് ഇറങ്ങിയങ്ങ് പോകുന്ന രംഗമാണ് അവിടെ ലൂക്കോസ് എഴുതി വെച്ചിരിക്കുന്നത്. എന്നാൽ അടുത്തത് പൗലോസിനെ കുറിച്ച് പറയുന്നത് എന്നാണ്? പൗലോസോ തിരഞ്ഞെടുത്തു. അപ്പോൾ ശ്രദ്ധിക്കണം, ശീലാസിനെ കുറിച്ചും നല്ല റിപ്പോർട്ട് ഉള്ളതുകൊണ്ട് അവനെ കൂട്ടുള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ, അഭിഷേകത്തിൽ നടക്കുന്നവനോടുകൂടെ സ്വന്തം വിശ്വസ്തയോടുകൂടി നിൽക്കുന്നവന് മാത്രമേ പോകാൻ കഴിയത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ നിൽക്കുന്നവരുടെ കൂടെ വിശ്വസ്തതയുള്ളവരെ തന്നെ കൂടി ചേർക്കത്തുള്ളൂ. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ആമേൻ. ഒരിക്കൽ ഒരു വേലയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ വരാത്ത ഒരുവനെ കൂടിക്കൊണ്ടുവന്ന ഒരു പ്രോഗ്രാം പൗലോസിന്റെ അജണ്ടയിൽ ഇല്ലായിരുന്നു. നമ്മൾ ആരുടെ കൂടെ പോകുന്നു എന്ന് സൂക്ഷിച്ചോണം, നമ്മുടെ കൂടെ ആര് വരുന്നു എന്നുള്ളത് സൂക്ഷിച്ചോണം. ഇത് രണ്ടും സൂക്ഷിച്ചോണം. ആദ്യം ഞാൻ പറഞ്ഞു അല്ലേ, നമ്മൾ ആരോട് കൂടെ ചേരുന്നു എന്നുള്ളത് സൂക്ഷിച്ചോണം, നമ്മളോട് കൂടെ ആര് വരുന്നു എന്നുള്ളത് സൂക്ഷിച്ചോണം. ആമേൻ. വായിച്ചാട്ടെ അടുത്തത്. തിരഞ്ഞെടുത്തു. സഹോദരന്മാരാൽ കർത്താവിന്റെ കൃപയിൽ പരമേൽപ്പിക്കപ്പെട്ടിട്ട് യാത്ര പുറപ്പെട്ട് ദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് സഭകളെ ഉറപ്പിച്ചു പോകുന്നു. ശ്രദ്ധിക്കണം, ഇപ്പോ ഇതിന്റെ ആ വാദങ്ങളുടെ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായ സംഭവത്തിന് പിന്നീട് ഒരു ഇടപെടൽ വന്നിട്ടില്ല. അടുത്തത് ഏത് വിഷയത്തിലാ? സ്തോത്രം, അവിടെ കലക്കം ഉണ്ടായി. ശ്രദ്ധിക്കണം, സഭകൾ തോറും ചെന്ന് അവിടെ അത് അനുസരിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം എന്നുള്ളതാണ് പൗലോസിന്റെ പ്ലാന് അല്ലേ? അതിനുവേണ്ടിയാ പൗലോസ് പോവുകയും ചെയ്തത്. എന്നാൽ പരിശുദ്ധാത്മാവ് അവിടെ ഇടപെട്ട വിഷയം എന്നാണെന്നറിയാമോ? നിനക്കൊരു ശിഷ്യനാണ് ആവശ്യമായിരിക്കുന്നത്. ആ ശിഷ്യൻ എന്ന വിഷയത്തിൽ പരിശുദ്ധാത്മാവ് നിന്നു. ശ്രദ്ധിക്കണം, നമ്മൾ പ്രാർത്ഥിച്ച് നടക്കുന്ന വിഷയങ്ങൾക്കല്ല പലതിനും മറുപടി വരുന്നത്. നമ്മൾ പ്രാർത്ഥിക്കാതെ തർക്കങ്ങളായിരിക്കുന്ന ചില മറഞ്ഞു കിടക്കുന്ന വിഷയങ്ങൾക്കാണ് ചില നേരത്ത് മറുപടി ലഭിക്കുന്നത്. അതിന് കാരണം അത് ദൈവത്തിന്റെ കാര്യപദ്ധതിപ്പെട്ടതുകൊണ്ടാണ്. കണ്ടോ, അവിടെ ആരും അത് ചിന്തിച്ചില്ല. അവിടെ അതിന് ശേഷമാണ് പൗലോസ് അങ്ങോട്ട് പോയി. അവിടെ വായിക്കുന്ന കർത്താവിന്റെ കൃപയിൽ പരമേൽപ്പിച്ച് യാത്ര പുറപ്പെട്ടു. സിറിയ, കിലിക്കിയ പ്രദേശങ്ങൾക്ക് സഞ്ചരിച്ച് സഭകളെ എന്താ ഉറപ്പിച്ചേ? ആ നേരത്തെ കിട്ടിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ഇപ്പൊ സഭകൾ പോകുന്നുണ്ടോന്ന് അന്വേഷിക്കാനായിട്ട് പോയി അല്ലേ? പോയി. അടുത്തത് വായിച്ചേ. അവിടെ വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകനായി ഉണ്ടായിരുന്നു. അവന്റെ അപ്പൻ അവൻ ലുസ്ത്രയിലും ഇക്കോന്യയിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യപ്പെട്ടവനായിരുന്നു. അവൻ തന്നോട് കൂടെ പോരേണം എന്ന് പൗലോസ് ഇച്ഛിച്ചു. ശ്രദ്ധിക്കണേ, അവിടെ തീരുമാനം ശരിക്കെടുക്കാൻ തക്കവണ്ണം ദൈവം നടത്തി. മറ്റൊരു കലക്കത്തിന്റെ നടുവിലാണ് ശീലാസിനെ വലിച്ചോണ്ട് പോയതെങ്കിലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ശരിയായ നിലവാരത്തിൽ എടുക്കാൻ ചിലരെ ദൈവം കൊണ്ട് നിരത്തി നിർത്തുകയാ. സാക്ഷ്യമുണ്ട്. അപ്പോൾ എന്ത് മനസ്സിലായി? സാക്ഷ്യം നഷ്ടപ്പെടുന്നവരെ കൊണ്ട് ഒരിക്കലും ഒന്നും നടക്കത്തില്ല. ആമേൻ.
മർക്കോസ് വേലയ്ക്ക് വിളിച്ചിട്ട് വന്നില്ല, അവന്റെ സാക്ഷ്യം നഷ്ടപ്പെട്ടു പോയി. അനുസരണമില്ലാത്തവനായിരുന്നു. അനുസരണം ഉള്ളവനെ തേടി പൗലോസ് വെയിറ്റ് ചെയ്തപ്പോൾ ദൈവം അനുസരണം ഉള്ളവനെ തന്നെ കൊണ്ടുവന്നുകൊണ്ടോ? ആമേൻ. നമ്മൾ തിരിച്ചറിയണം നമ്മുടെ കൂടെ കൂടുന്നത് ആരാ, അടുത്തത് നമ്മൾ ആരോടുകൂടിയാ ചേരുന്നത്. രണ്ടിനും പ്രസക്തിയുണ്ട്. ആമേൻ. വായിച്ചേ. അവൻ തന്നോടുകൂടെ പോരണമെന്ന് പൗലോസ് ഇച്ഛിച്ച് അവന്റെ അപ്പൻ യവനൻ എന്ന് അവിടങ്ങളിലുള്ള യഹൂദന്മാർ എല്ലാവരും അറിഞ്ഞിരുന്നതിനാൽ അവരെ വിചാരിച്ച് പരിച്ഛേദന കഴിച്ചു. അടുത്ത് അവർ പട്ടണം തോറും ചെന്ന് യെരൂശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണ്ണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഇപ്പൊ നോക്കിക്കേ, രണ്ടാമത് അതേ കൽപ്പിച്ച യെരൂശലേം കൗൺസിലും തീരുമാനമെടുത്ത തീരുമാനങ്ങൾ അവിടെ സഭകളിൽ നടക്കുന്നുണ്ടോ എന്ന് അവിടെ അന്വേഷിക്കാൻ നിന്നപ്പോൾ ഇപ്പൊ ഒരു കാര്യം പറയും, ഒരു വ്യത്യാസം വന്നു. എന്നാന്നറിയാവോ? പൗലോസിന്റെ ഉള്ളം ശാന്തമായി. മനസ്സിലായോ? ശാന്തമായി. കണ്ടെത്തേണ്ടവനെ കണ്ടെത്തി, അനുഗമിക്കാൻ കൊള്ളാവുന്നവനെ കണ്ടെത്തി. അപ്പോൾ മനസ്സിലായി, കലക്കത്തോടുകൂടെ പല നാഴിക യാത്ര ചെയ്യുമ്പോഴും ഏൽപ്പിച്ച ദൗത്യം മറന്നേക്കരുത്. ഇതെനിക്കുള്ള ദൂത അല്ലേ? നമ്മൾ കലക്കത്തോടുകൂടെയാ പോകുന്നതെങ്കിലും ഏൽപ്പിച്ച ദൗത്യം കൃത്യം ചെയ്യണം. കലക്കം മാറ്റുന്ന ദൈവമാ, തിമോത്തിയോസിനെ വെളിപ്പെടുത്തുന്ന ദൈവമാ. അത് കഴിഞ്ഞ് സന്തോഷത്തോടുകൂടെ മറ്റ് സഭകളെയും കൂടെ ചെന്ന് അവരെ ഉറപ്പിക്കുവാൻ ഇടയായിത്തീരും. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഇപ്പോൾ ബർന്നബാസുമായിട്ടുള്ള കലക്കത്തിന്റെ അനുഭവം പൂർണ്ണമായിട്ട് പോയോ? പൂർണ്ണമായിട്ടും പോയി. ഇപ്പോൾ ഒരു കാര്യം കൂടെ ഉറപ്പ് കിട്ടി, പൗലോസെ നീ എടുത്ത തീരുമാനം ശരിയായിരുന്നു. നീ പോകുന്ന യാത്ര ശരിയായ ദിശയിലാണെന്ന് ഈ അനുഭവങ്ങൾ കൊണ്ട് പൗലോസ് പഠിച്ചു. മനസ്സിലാകുന്നു? ഇതൊക്കെ ദൈവാത്മാവിൽ കൃപയിൽ ഫലമേൽപ്പിച്ച് യാത്ര ചെയ്താൽ നടക്കുന്ന അതിശയങ്ങളാണ്. കൃപയിൽ ഫലമേൽപ്പിച്ച് യാത്ര ചെയ്താൽ ദൈവ അവസ്ഥകളെ മാറ്റിയെടുക്കും. ആമേൻ. അടുത്ത എന്താ വായിക്കുന്നത്? അടുത്ത ഭാഗം നമ്മൾ വായിച്ചേ. കണ്ടോ? ആ ലഭിച്ച ഉപദേശത്തിൽ സഭകൾ പോകുന്നുണ്ടോ എന്ന് നോക്കി. അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ആളുകൾ കൂടി അത് വളർന്നു, അനുഗ്രഹിക്കപ്പെട്ടു. ശ്രദ്ധിക്കണം, കൃപയിൽ ഫലമേൽപ്പിച്ച് ദൈവകൃപയിലാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ നമ്മുടെ അധ്വാന ഫലം നമ്മൾ തിന്നുവാൻ ഇടയായി തീരും. മനസ്സിലാവുന്നുണ്ടോ? അവിടെ വർദ്ധിക്കുവാൻ ദൈവം ഇടയാക്കി തീർക്കും. അടുത്ത് വായിച്ചേ. അവർ ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ തുർക്കിയയിലും ഗലാത്യ ദേശത്തിലും കൂടി സഞ്ചരിച്ചു. മുസ്യായിലെത്തി ബിഥുന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിന്റെ ആത്മാവ് അവരെ സമ്മതിച്ചില്ല. ഇവിടെ ശ്രദ്ധിക്കണം, ഒരു സന്തോഷത്തിൽ ശിഷ്യനെ കണ്ടെത്തി, തിമോത്തിയോസിനെ കണ്ടെത്തി, സഭകളെ ഉറപ്പിച്ച് സഭ വളർന്നു. ഇപ്പൊ സന്തോഷത്തിലാണ് പൗലോസ്. ഈ ഹൃദയത്തിൽ സന്തോഷം പൊങ്ങി നിൽക്കുമ്പോഴാണ് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നത്. ശ്രദ്ധിച്ചോ? ഹൃദയത്തിൽ സന്തോഷം നിറഞ്ഞ് എല്ലാം ഓർഡറായി കഴിയുമ്പോഴാണ് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നത്. പക്ഷേ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന്റെ ആത്മാവ് അവരെ സമ്മതിച്ചില്ല. ശ്രദ്ധിച്ചോ? കണ്ടോ? എന്ത് ചെയ്തു? ബ്ലോക്കായി. നമ്മൾ സന്തോഷിച്ചിരുന്നിട്ട് അടുത്ത സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ നമ്മളൊക്കെ ചിലർ പറയുന്നത് കേട്ടല്ലോ, ഇന്നലെ വരെ ഒരു കുഴപ്പമില്ല, എല്ലാം അനുഗ്രഹം, ഇന്ന് എന്നാണോ ചെന്ന കാര്യം നടന്നില്ല. കരച്ചില്ല. അയ്യോ, നീ കരയേണ്ടത് ഇത് ഈ വിഷയത്തിലല്ല. നീ ദൈവഹിത പ്രകാരം കാര്യങ്ങൾ സ്റ്റെപ്പ് വെക്കാൻ എവിടെ തെറ്റിപ്പോയി. ഇന്നലെ നീ സന്തോഷിച്ചു എന്ന് പറഞ്ഞ് ഇന്ന് നീ കൃപയിലാന്ന് ആരാ പറഞ്ഞേ? ഇന്നലെ നീ സന്തോഷിച്ചു എന്ന് പറഞ്ഞ് ഇന്നെടുത്ത തീരുമാനം ശരിയാന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഇന്നലെയോ കഴിഞ്ഞ നാളുകളിലോ ഉള്ള സന്തോഷം വെച്ചോണ്ട് ഇന്ന് തെറ്റായ ഒരു തീരുമാനം എടുത്തിട്ട് നടന്നില്ലെന്നും പറഞ്ഞ് ഓടരുത് കേട്ടോ. വായിച്ചേ. ശ്രമിച്ചു. കണ്ടോ? 2 വട്ടം ബ്ലോക്കായി റൂട്ട്. ശ്രദ്ധിക്കണം, നമ്മുടെ യാത്ര ബ്ലോക്ക് ആകുമ്പോ അവിടെ പോരാട്ടമുണ്ട്. അവിടെ ഇരുന്ന് നമുക്കൊരു ഒരാഴ്ച ഉപവസിച്ച് പ്രാർത്ഥിക്കാന്നല്ല പറഞ്ഞത്. നമ്മളുടെ മുമ്പിൽ തടസ്സങ്ങൾ വരുമ്പോൾ അത് വിവേചിക്കുവാനുള്ള കൃപ നമുക്ക് വേണം. ഇത് ബ്ലോക്കാണോ? ഓക്കെ, ഞാൻ പോകേണ്ട റൂട്ട് ഇതല്ല. അവിടെ വരുമ്പോഴാണ് ചിലർ ഈ കൃപയില്ലാത്തവരെ കൊണ്ടുള്ള ശല്യം വരുന്ന. അവരവിടെ വന്നിട്ട് പറയും, നമ്മൾ അവിടെ പോകാൻ ഇന്നലെ പറഞ്ഞതല്ലേ, നമ്മൾ അവിടെ പോയില്ല. എങ്ങനെയാ ഒരു തീരുമാനം എടുത്തിട്ട് ഇപ്പൊ വേറെ വർത്താനം പറയരുത്. ഇങ്ങനെയുള്ളവര് പ്രശ്നം ഉണ്ടാക്കുന്ന ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, അവിടെ ഒന്ന് വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ.
മുസ്ലിയായിലെത്തി മിഥുനിയായ്ക്ക് പോകുവാൻ ആ ശ്രമിച്ചു. യേശുവിന്റെ ആത്മാവ് അവരെ സമ്മതിച്ചില്ല. അത് ഞാൻ പറയുന്ന ഈ ചിലർക്ക് ഈ യാത്ര ചെയ്യാനുള്ള കൊതിയേ ഉള്ളൂ. ദൈവാത്മാവിന്റെ നടത്തിപ്പില്ലാത്തവന്മാരെ കൂടുതൽ കൊണ്ടുപോയാൽ അവർക്ക് തിന്നണം, കാഴ്ച കാണണം, അവിടെ ഇവിടെ ഇങ്ങനെ പരതി നടക്കണം. അങ്ങനെയുള്ളവർ സുവിശേഷ വേലയ്ക്ക് വരുന്ന കുറെ പേരുണ്ട്. പിടികിട്ടിയോ? അത് ദൈവം വിളിച്ചല്ല. അവന് ഒരു വണ്ടി എടുത്ത് അങ്ങ് ലഡാക്കോ അല്ലെങ്കിൽ ഏറ്റവും നോർത്തിലുള്ള ഏതെങ്കിലും ഹില്ലി ഏരിയയിലാണെങ്കിൽ ഒരു ട്രക്കിങ്ങിന് പോകാൻ ആഗ്രഹിക്കുന്നവനെ പിടിച്ച് സുവിശേഷ വേലയ്ക്ക് വിടരുത്. അവന് ആവശ്യം നല്ലൊരു വണ്ടി യാത്ര, അതിന് പറഞ്ഞു വിടും. സുവിശേഷ വേലയ്ക്ക് അതും പറഞ്ഞുകൊണ്ട് വിടരുത്. ചിലർ അങ്ങനെയുണ്ട്. ലോകം മുഴുവൻ പാട്ടുപാടാൻ, ലോകം മുഴുവൻ യാത്ര. ഇതല്ല. ദൈവം സ്പെസിഫിക് ആയിട്ടുള്ള ദർശനം നൽകും, വ്യക്തമായ ആലോചന നൽകും. ഇന്ന് ദൈവം വിളിക്കാത്ത ഒത്തിരി പേര് ഈ ഫീൽഡിലുണ്ട്. ഒത്തിരി പേരുണ്ട്. എനിക്ക് പാടാൻ കഴിവുണ്ട്, എനിക്ക് പ്രസംഗിക്കാൻ കഴിവുണ്ടെന്ന് പറഞ്ഞൊരു സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട്. ടാലന്റ് വേറെ, അനോയിന്റിങ് വേറെ, രണ്ടും രണ്ടാണ്. മനസ്സിലായി? ടാലന്റ് വേറെ, അനോയിന്റിങ് വേറെ. അനോയിന്റിങ് ഉണ്ടെങ്കിലേ നിനക്ക് ശുശ്രൂഷ മുമ്പോട്ട് നടക്കത്തുള്ളൂ. അനോയിന്റിങ് ഉണ്ടെങ്കിലേ ദൈവത്തിന്റെ ആത്മാവിന്റെ ആലോചന അറിയത്തുള്ളൂ. വ്യക്തമായ ദർശനമായിരിക്കും ആത്മാവിൽ നടത്തപ്പെടുന്നവന്റെ കൂടുതലുള്ളത്. മറ്റത് ചുമ്മാ കഴിവ്. 10 പേര് അവിടെ. ഇവന് സെക്യുലർ ഫീൽഡിൽ അവന് സ്റ്റേജ് ഇല്ലാത്തതുകൊണ്ട് സ്പിരിച്വൽ ഫീൽഡിൽ സ്റ്റേജിന് വേണ്ടി വന്നു. അത്രേ ഉള്ളൂ. അത് ഒത്തിരി ആയി. അതുകൊണ്ട് പറയാതെ പറ്റത്തില്ല. അത് വേണ്ടാത്തതൊക്കെ മടങ്ങിപ്പോകട്ടെ. ആമേൻ. വായിച്ചേ. ത്രോവാസിലെത്തി. ഇവിടെ ശ്രദ്ധിക്കണം. തന്നോട് അപേക്ഷിക്കുന്നതായ ഒരു ദർശനം. എന്താണ്? ഞങ്ങളുടെ അടുക്കലേക്ക് കടന്നുവാ, ഞങ്ങളെ സഹായിക്കുക എന്നുള്ള ദർശനം കണ്ടു. അപ്പോൾ മനസ്സിലാക്കണം, ദൈവാത്മാവിനാൽ ചില വഴികൾ ബ്ലോക്കായെങ്കിൽ ദൈവാത്മാവിനാൽ തന്നെ ചില വഴികൾ ദൈവം ഓപ്പൺ ചെയ്യുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? നീ ദൈവകൃപയിൽ പരമേൽപ്പിച്ച് യാത്ര ചെയ്തതാണ്, വെഴുകാരി ഉറപ്പാണ്. നിന്റെ റൂട്ടുകൾ ദൈവത്താൽ സ്റ്റോപ്പ് ആയെങ്കിൽ കർത്താവിനാൽ തന്നെ അത് ഓപ്പൺ ചെയ്യും. വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യും ദൈവം. അല്ലാതെ അത് നീ അവിടെ ആയുഷ്കാലം മുഴുവൻ അവിടെ സ്റ്റക്കാകത്തില്ല. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. എന്താണ് അവിടെ പറയുന്നത്? അവിടെ അടുത്ത് വായിച്ചേ. അവരോട് സുവിശേഷം അറിയിക്കുവാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചു. ഞങ്ങൾ ഉടനെ മക്കെദോന്യയ്ക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. 2 ശ്രമം പാളി. ഈ ശ്രമം തുടങ്ങിയപ്പോൾ അത് നടന്നു. ശ്രമിച്ചു അല്ലെ? അടുത്തത്. അങ്ങനെ ഞങ്ങൾ ത്രോവാസിൽ നിന്ന് കപ്പൽ നീക്കി നേരെ സമുദ്രോത്തിലേക്കും പിറ്റന്നാൾ നവപൊലിക്കും അവിടെ നിന്ന് ഫിലിപ്പിയിലേക്കും ചെന്നു. ഇത് മക്കെദോന്യയുടെ ആ ഭാഗത്തെ ഒരു പ്രധാന പട്ടണവും റോമാക്കാർ കുടിയേറി പാർത്തതും ആകുന്നു. ആ പട്ടണത്തിൽ ഞങ്ങൾ ചില ദിവസം പാർത്തു. അവിടെ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടം വരെ പൗലോസ് വരുമ്പോൾ ആദ്യം തിമത്തിയോസിന്റെ വീട്ടിലെ രംഗങ്ങൾ കണ്ടു, യഹൂദന്മാരുടെ സാക്ഷ്യം കേട്ടു, അവരെ സഭകളെ ഉറപ്പിച്ചു പോന്നു. അപ്പോൾ യഹൂദന്മാരെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഈ യാത്ര. മനസ്സിലാക്കണം. അപ്പോൾ പൗലോസ് യാത്ര ചെയ്ത് ചെല്ലുമ്പോൾ യഹൂദന്മാരെ പ്രതീക്ഷിച്ചുള്ള യാത്രയിലാണ്. മനസ്സിൽ മുഴുവനും ഒരു യഹൂദനോടെങ്കിലും സുവിശേഷം പറയണം, സിനഗോഗിൽ ചെല്ലണം, പ്രസംഗിക്കണം. ഈ മാനസികാവസ്ഥയിലാണെന്ന് ഓർക്കണം. ആ പ്ലാനിന് വിപരീതമായ ഒരു പ്ലാനിൽ ദൈവം പൗലോസിനെ നടത്തുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ നിങ്ങൾ? ഈ പ്ലാൻ അനുസരിച്ച് ചെല്ലുന്നിടത്തൊരു യഹൂദനെ കാണണം, ഒരു സിനഗോഗ് കണ്ടെത്തണം, അവിടെ പ്രസംഗിക്കണം എന്നുള്ള ആ റുട്ടീനായിട്ടുള്ള ആ പ്ലാനിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലാനിലാണ് ഇപ്പോൾ പൗലോസിനെ ദൈവം നിർത്തിയിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാ. 2 വട്ടം യാത്ര ബ്ലോക്കായി. ദർശനം കണ്ടതിന് ശേഷം യാത്ര പുറപ്പെട്ടപ്പോൾ കാര്യം സാധിച്ചു. ദർശനം കണ്ട് യാത്ര ചെയ്ത പൗലോസിന്റെ ദർശനത്തിനൊത്തവണ്ണം ദൈവം പ്രവർത്തിച്ചു. വഴികൾ ഓപ്പണായി വന്നു. അടുത്തത് ചെന്ന ദേശത്ത് അവിടെ വായിക്കുന്നൊരു കാര്യമാണ്. അവിടെ നമ്മൾ വായിക്കാൻ പോകുന്ന 13-ാം വാക്യം ശ്രദ്ധിക്കണം. ശബത്ത് നാളിൽ ശ്രദ്ധിക്കണം. ദിവസമേത ശബത്ത് അല്ലേ? അപ്പോൾ ആരെയാ പ്രതീക്ഷിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ശബത്ത് നാളിൽ പോയി
അതായത് സിനഗോഗ് ഉണ്ടായിരിക്കുമെന്ന്. അപ്പോൾ പൗലോസിനെ അവിടെ എത്തിക്കുമ്പോൾ പൗലോസിന്റെ ഉള്ളിൽ മുഴുവനും യഹൂദന്മാരോട് സുവിശേഷം പറഞ്ഞ ഒരുത്തനേലും കണ്ടെത്തണം, അവിടെ പ്രാർത്ഥനാ സ്ഥലം സിനഗോഗിൽ ചെന്ന് പ്രസംഗിക്കാം എന്നുള്ള ശബത്ത് ദിവസമാകുമ്പോൾ എല്ലാവരെയും കാണാമെന്നുള്ള ആ പ്ലാൻ അനുസരിച്ചാണ് വരുന്നത്. ശ്രദ്ധിക്കണം, നമ്മുടെ പ്ലാനുകൾ പലതും മറിയുന്നത് എപ്പോഴാണെന്നറിയാവോ? ദൈവത്തിന്റെ ഇടപെടൽ വരുമ്പോഴാണ് മറിയുള്ളൂ. നമ്മളൊരു ദേശത്ത് ചെല്ലുമ്പോഴും ഒരു സഭയിൽ ചെല്ലുമ്പോഴും ഒരു കുടുംബത്തിൽ ചെല്ലുമ്പോഴും ഒരു വ്യക്തിയായിട്ടൊക്കെ പരിചയപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചില തീരുമാനങ്ങളും ചില ചിന്താഗതികളും ഉണ്ട്. പക്ഷേ നമ്മളെ ദൈവം ചില വിഷയങ്ങളിൽ ഇടപെടിപ്പിക്കുമ്പോൾ ആ പ്ലാനുകളെ തകിടം മറിച്ച് പുതിയതൊന്ന് നമ്മളെ പഠിപ്പിക്കാൻ പോവുകയാണ് ദൈവം. പിടികിട്ടിയോ? പണ്ടെങ്ങാണ്ട് ഏതാണ്ട് നടന്നു എന്നും പറഞ്ഞുകൊണ്ടൊന്നും ഇന്ന് നടക്കത്തില്ല. ദൈവം ചിലത് മാറ്റിമറിക്കുന്ന ദൈവമാണ് നമുക്കുള്ളത്. നമ്മുടെ ദൈവം പുതുക്കത്തിന്റെ കർത്താവാണ്. പരിശുദ്ധാത്മാ പുതുക്കത്തിന്റെ ആത്മാവാണ്. ഇവിടെ ഈ രണ്ട് ഒന്ന് സംഭവം എന്നാണ്. ഇത് എന്നാ ദിവസമാണിത്? ശബത്താണ് അല്ലേ? അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടെന്ന് വിചാരിച്ച് ചെന്നു. അടുത്തത് വായിച്ചേ. ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ച് പുഴവക്കത്ത്. അവിടെ ഇല്ല അങ്ങനെ ഒരു സംഭവം. മനസ്സിലാക്കണം, നമ്മുടെ ഉള്ളിൽ ഒരു ചിന്ത നൽകിയിട്ട് നമ്മൾ വിചാരിക്കാത്ത വിഷയത്തിൽ നമ്മൾ ഇരിക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതെല്ലാം ദൈവാത്മാവിനാലാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് ഇന്നതുപോലെ നടക്കണം, പക്ഷെ ഇരിക്കുന്ന വിഷയം അതുമായിട്ട് ബന്ധമില്ലാത്ത സാഹചര്യം, ഇതൊക്കെ ദൈവത്തിന്റെ കാര്യമെന്ന് പദ്ധതിക്കകത്തുള്ളതാണ്. അവിടെ ഇരുന്നുകൊണ്ട് പറയാം, അയ്യോ കർത്താവേ, അവിടെ ഒരു സിനഗോഗിനെ കാണാനായിട്ടുള്ള വഴി തുറക്കണമേ. നമ്മൾ പ്രാർത്ഥിക്കുന്നത് അവിടെ ഈ ദർശനമില്ലാത്ത ഒരുത്തിനെ ഏൽപ്പിക്കാന്ന് വെച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ ഒരു വഴിയില്ല, നമുക്ക് ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിക്കണം, നമുക്കൊരു ഓപ്പണിംഗ് വേണമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്, കർത്താവേ ഒരു സിനഗോഗിന്റെ അനുഭവം വെളിപ്പെടുത്തണം, അങ്ങോട്ട് ചില സഹോദരന്മാരുമായിട്ടുള്ള ബന്ധം അവിടെ ഒരുങ്ങണം. ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമോ? ചില ഊള പ്രാർത്ഥനകള് അനേകരെ പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. വായിച്ചേ. അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. ശ്രദ്ധിക്കണേ, ഇത് ശ്രദ്ധിക്കണേ. ഇവിടെ അവിടെ കൂടി വന്ന സ്ത്രീകളോട് ഞാനൊരു കാര്യം പറയാം. ഇത് സുവിശേഷ വേലയുടെ ഭാഗമായിട്ട് പൗലോസ് കണ്ടിട്ടില്ല. പൗലോസിന്റെ ഉള്ളിലെ സുവിശേഷം എന്നാണെന്നറിയാമോ? യഹൂദനോട് പറയണം, സിനഗോഗിൽ പ്രസംഗിക്കണം. അപ്പോഴാണ് ഒരു അതോറിറ്റി ഉള്ളൂ. പുഴവക്കത്തിലിരുന്ന പെണ്ണുങ്ങളോടല്ല സുവിശേഷം പറയുന്നത്. അതത്ര ഒരു ആധികാരിക, ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ, അപ്പൊ അവർ രക്ഷപ്പെട്ടു. ഇങ്ങനെയൊക്കെ പറയുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതാണ് ഈ ട്രാക്ക് വിട്ട് പോയത്. ഇതൊക്കെ ചിലർ വരുന്നത്, ഞാൻ വിചാരിച്ചില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ, പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത് അപ്പുറത്തായി. ഇവന്റെ ചില പ്രശ്നങ്ങളുണ്ട്. ഇവന് ആത്മാവ് വരുന്നത് എപ്പോഴാണെന്നറിയാമോ? ഈ ശബത്തുള്ള ദിവസമാ. അല്ലെങ്കിൽ സിനഗോഗ് കാണുമ്പോൾ ചിലവനൊക്കെ ആത്മാവ് വരുള്ളൂ. ഞാനൊരു കാര്യം പറയാം, ദൈവാത്മാവ് നിന്നെ നടത്തുവാൻ പദ്ധതിയിടുന്ന മേഖലകളെ ഗ്രഹിച്ച് ആത്മാവിന്റെ ഇടപെടൽ വിവേചിച്ച് മനസ്സിലാക്കാൻ പ്രാപ്തിയില്ലെങ്കിൽ ചില മേഖലകളിൽ കുഴയും കേട്ടോ. ആ പുഴവക്കത്ത് വന്നവരോട് വായിച്ചേ ഇരുന്നു സംസാരിച്ച്. എന്നാ തിന്ന്, എന്നാ കുടിച്ച്, നല്ലപോലെ അലക്കുന്നുണ്ടല്ലോ, ഡിറ്റർജന്റ് ഏതാന്നാണോ ചോദിച്ചേ? അതാണോ ചോദിച്ചേ? പിന്നെ എന്നതാ അവര് ചോദിച്ചേ? പൗലോസ് തന്നെ ചോദിച്ചേ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, എല്ലാരും രക്ഷിക്കപ്പെട്ടതാണെന്നാണോ ചോദിച്ചേ? പിന്നെ എന്നാ ചോദിച്ചേ? പുഴവക്കത്തിരുന്നവരോട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ സുവിശേഷം പറയാൻ തുടങ്ങിയെന്ന കാര്യം അർത്ഥം. അങ്ങോട്ട് കാര്യം കേറിയെന്ന് വായിച്ചേ. ഇവിടെ ശ്രദ്ധിക്കണം, ദൈവഭക്ത. അപ്പുറത്തെ സിനഗോഗിന്റെ അകത്ത് ചെകഞ്ഞാൽ ഇതിലൊരെണ്ണത്തെ കിട്ടത്തില്ല. നമ്മളെ ഈ ചെന്ന് പ്രത്യാശയുടെ ഗോപുരമായി കണ്ടെത്തിരിക്കുന്ന ചില പ്രസ്ഥാനങ്ങളും ഇടപാടുകളും ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ചെന്നാൽ ഇതുപോലൊരു വ്യക്തിയെ കണ്ടെത്താൻ സാധിക്കത്തില്ല. പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യം അവിടെ ലഭിക്കുന്നവളെ കണ്ടോ? എന്താണ്? ദൈവഭക്തയായ ഒരു സ്ത്രീ. പൗലോസിന്റെ ടൈം ടേബിൾ അനുസരിച്ച്, റൂട്ട് മാപ്പ് അനുസരിച്ച് ഇവൾ ഒരിക്കലും അവിടെ വരാൻ പാടില്ല. ശരിയല്ലേ? എന്നാൽ ദൈവം കൊണ്ടുവന്നത് കണ്ടോ? നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇടത്ത് ദൈവപ്രവർത്തികൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് കാണാൻ കാഴ്ചയാണ് ഇന്ന് ദൈവമക്കൾക്ക് ആവശ്യമായിരിക്കുന്നു. വായിച്ചേ. കേട്ടുകൊണ്ടിരുന്നു. ഞാനൊരു കാര്യം പറയാം, ദൈവവുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളവർ മാത്രമേ ദൈവബന്ധത്തിലേക്ക് വരത്തുള്ളൂ.
ആമേൻ. കർത്താവിനെ കണ്ട ഉടനെ കർത്താവ് ചോദിച്ചു, എനിക്ക് ദാഹിക്കുന്നുണ്ട്, ഇച്ചിരി വെള്ളം തരാമോ എന്ന് ചോദിച്ചു. ആരോടെ ചോദിച്ച? ശമരിയക്കാരി സ്ത്രീയോട്. അല്ലേ? ഇവളാരാ? 5 ഭർത്താക്കന്മാരുള്ളവളും ഇപ്പൊ ഉള്ളവൻ ഭർത്താവല്ല. അത്രയും നല്ലൊരു ഗ്രേറ്റ് ഫാമിലിയിൽ നിന്ന് വന്നേക്കുന്ന. ഇതൊക്കെ നോക്കി അവളെ അവിടുന്ന് ഓടിക്കാനേ പറ്റുള്ളൂ. പക്ഷേ അവൾക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട്, മശിഹയെ കുറിച്ചറിയാം. മനസ്സിലാവുന്നുണ്ടോ? അവൾ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ അവളിലെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അവൾക്ക് മശിഹയെ കുറിച്ചറിയാം. അവൾക്ക് മശിഹയെ കുറിച്ചറിയാം. മശിഹ അവരുടെ ഇടയിൽ വരുമെന്നും അവർ വിടുവിക്കുമെന്നുള്ള വെളിപ്പാടുള്ളവരോടാണ് ക്രിസ്തു സംസാരിച്ചത്. അപ്പോൾ മനസ്സിലാക്കണം, ഇന്നും ദൈവം ആരാണെന്നും എന്താണെന്നുമുള്ള ചിന്ത ഉള്ളത്തിൽ വീണിരിക്കുന്നവരും ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമാണ് ഇന്നും സുവിശേഷം കേൾക്കുന്നുള്ളൂ. അവരെവിടെ കടന്നാലും രക്ഷിക്കപ്പെടും. വായിച്ചേ. അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം എങ്കിൽ ഇവിടെ ശ്രദ്ധിക്കണേ, എന്റെ ഒരു സംശയം ഇന്നത്തെ ഇല്ല, എന്റെ ഉള്ളിൽ എന്ന് പറയുന്ന പുസ്തകത്തിലില്ല. എന്നാന്നറിയാമോ? എനിക്ക് പറയാൻ ഒരു കാര്യമേ, ഈ പൗലോസെ അവിടെ ഇരിക്കുമ്പോൾ പറയുമ്പോൾ ഞങ്ങളെ സിനഗോഗിൽ പ്രസംഗിക്കുമ്പോഴാണ് ചില ദൈവപ്രവർത്തികളൊക്കെ കാണുന്നത്. ചിലരൂടെ കിടന്നു. ഇത് കൂടുതൽ ലുതിയെ കേൾക്കുമ്പോൾ ചിന്തിക്കുന്നു, ഇയാളെപ്പോഴും നോക്കിയാലും ഈ വലിയ കെട്ടിടത്തിന്റെ കാര്യമാണല്ലോ, പ്രാർത്ഥനാ സ്ഥലത്തിന്റെ കാര്യമാണല്ലോ പറയുന്നത്. ഒരു കാര്യം ചെയ്യാം, നമുക്കത് ഇത്രയും വലിയ സെറ്റപ്പ് ഒന്നുമില്ല, ഉള്ളത് എൻ്റെ വീടാ, അത് ഞാൻ തുറന്നു തരാം, അത് ഞാൻ പ്രാർത്ഥനയ്ക്ക് തുറന്നു തരാം, ഞാൻ വിശ്വസ്തയാണെങ്കിൽ നിങ്ങൾ വാ. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പലരെയും ഉപദേശിക്കുമ്പോ ഉപദേശം കേൾക്കുന്നവൻ ഉപദേശിക്കുന്നവനേക്കാളും ആത്മീയനാണെങ്കിൽ മനസ്സിലാക്കണം കേട്ടോ, ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ചില വാതിലുകൾ തുറക്കണമെന്നുണ്ടെങ്കിൽ ആത്മീകർ അതാത് ദേശങ്ങൾ ഉണ്ടെങ്കിലേ മതിയാകത്തുള്ളൂ. ചെല്ലുന്ന ദേശങ്ങളിൽ, ചെല്ലുന്ന ഇടങ്ങളിൽ ദൈവത്താൽ സ്പർശിക്കപ്പെട്ട ചിലരുണ്ടെങ്കിലേ അവിടെ ചില വാതിലുകൾ തുറക്കത്തുള്ളൂ. നമ്മളായിരിക്കുന്ന ദേശത്തും ചില ഹൃദയങ്ങളെ ദൈവം തൊട്ടെങ്കിൽ മാത്രമേ അവർ ദൈവത്തിലേക്ക് വരത്തുള്ളൂ. മനസ്സിലാക്കണം. അല്ലാതെ അവിടെ കിടന്നുകൊണ്ട് ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. വായിച്ചേ. എതിരേറ്റു. അവൾ പൗലോസിന്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാ, ഒരു ലുദിയ നിമിത്തം ദേശത്തൊരു വഴി തുറന്നു, ഒരു വീട് തുറന്നു, അനേകർ കൃപയിലേക്ക് വന്നപ്പോൾ മറ്റൊരു സ്ത്രീ നിമിത്തം ദുഃഖം വരുന്നത് കണ്ടോ? ഒരു ശിഷ്യൻ നിമിത്തം ഭാരപ്പെട്ട പൗലോസിനെ ദൈവം അടുത്തൊരു ശിഷ്യനെ കൊടുത്ത് സന്തോഷിപ്പിക്കുന്നത് കണ്ടോ? മനസ്സിലാക്കണം. ഒരു സ്ത്രീ നിമിത്തം, ആളുകൾ ലുദിയ നിമിത്തം അവിടെ സന്തോഷവും ആശ്വാസം കണ്ടെത്തി. അതേ ദേശത്ത് വെച്ച് മറ്റൊരു സ്ത്രീയിലൂടെ സ്വന്തം അവിടെ കണ്ണുനീര് വാരിയെറിയേണ്ട അനുഭവത്തിലേക്ക് വരികയാണ്. എന്ത് മനസ്സിലായി? ഇതിലൂടെ എല്ലാം കടന്നു പോകാനാണ് ദൈവം അധികാരം നൽകിയിരിക്കുന്നത്. ഇതിലൂടെ എല്ലാം കടന്നു പോകാനാണ് ദൈവം ശ്രേഷ്ഠ അധികാരം നൽകിയിരിക്കുന്നത്. ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും ഇല്ലല്ലോ. ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവുമില്ല. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്താൽ നിയമിക്കപ്പെട്ടിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നെങ്കിൽ നമ്മൾ ദൈവകൃപയിൽ പരമേൽപ്പിച്ച് യാത്ര ചെയ്യണം. അവിടെ നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ആ അധികാരം എല്ലാ മേഖലകളിലും വെളിപ്പെടും. ആമേൻ, ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. ഈ വചനങ്ങളാൽ സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. സ്തോത്രം. ഒന്നും കൂടെ നമുക്ക് ആ വാക്യം വായിക്കാം. ഏതു മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവുമില്ലല്ലോ. ഉള്ള അധികാരമോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അടുത്തത്, ആകയാൽ അധികാരത്തോട് മറക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറക്കുന്നു. അടുത്തത്, മറക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. അടുത്തത്, വാഴുന്നവർ സൽപ്രവർത്തിക്കല്ല ദുഷ്പ്രവർത്തിക്കത്രേ ഭയങ്കരം. അടുത്തത്,
അധികാരസ്ഥനെ ഭയപ്പെടാതിരിക്കുവാൻ ഇച്ഛിക്കുന്നുവോ? നന്മ ചെയ്യുക, എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും. ആമേൻ. ഈ വചനങ്ങളാൽ സ്വർഗത്തിൽ ദൈവം നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. നിങ്ങളുടെ ഹൃദയത്തോട് ഇടപെട്ട പല വചനങ്ങളും ഉണ്ടല്ലോ. നമുക്ക് ദൈവത്തിൽ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ നേരം കർത്താവ് ചെയ്ത ഈ അനുഗ്രഹങ്ങൾ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവിന്റെ കൃപ നമ്മളോട്